Good morning, everyone. Welcome to Ada 24/7 Malayalam channel. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. Welcome to the Hindu Editorial Analysis of 7th January 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയലിലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, വൊക്കാബ്, ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് ആർട്ടിക്കിൾസ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഇഡിയംസ്, എക്സ്പ്രഷൻസ്, ഫ്രേസസ് ഒക്കെ. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സിനോണിംസ്, റിലേറ്റഡ് വേർഡ്സ്, ആൻറ്റണിംസ് ഒക്കെ പോകുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പോകുന്നു നമ്മുടെ നോർമലായിട്ടുള്ള ആർട്ടിക്കിൾ ഡിസ്കഷൻ. ഏതാണ് ആർട്ടിക്കിൾ, ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ നോക്കുന്നു, എന്നിട്ട് ഇന്നത്തെയും കൂടെ നോക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് യുവർ വൊക്കാബ് എൻറിച്ച്മെൻറ്റ്, അതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 10 മണി വരെ, മോർണിംഗ് മൺഡേ ടു ഫ്രൈഡേ, ഓക്കെ, നമുക്ക് രാവിലെ സെഷൻസ് ഉണ്ട്. അപ്പോൾ വരിക, ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ഓഫർ പറയാം. 17% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും, എല്ലാ കോഴ്സുകൾക്കും, എല്ലാ ടെസ്റ്റ് സീരീസിനും, ഈ ബുക്കിനും എല്ലാം. ഓക്കെ, അപ്പോൾ കോഡ് Y314 എന്നാണ് എൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾ കോഡ് അടിച്ചു കൊടുക്കുക. എൻ്റെ അടിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഏതൊരു ഫാക്കൽറ്റിയുടെ കോഡ് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കോഡ് അടിച്ചു കൊടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നോർമലുള്ള 15% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ മിഷൻ 50 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ ബാച്ചുണ്ട് ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്ത് Jan 3 കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 5 മണിക്കൂറോളം വരുന്ന ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. മോർണിംഗ് ഒരു ക്ലാസ്, 3 മണിക്ക് ഒരു ക്ലാസ്, 8:30 ഒരു ക്ലാസ്, അങ്ങനെ. പിന്നെ RRC ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഉണ്ട് നമുക്ക്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കോർപ്പറേഷൻ്റെ കോഴ്സ് ജോലിയാണ്. വളരെ അട്രാക്റ്റീവ് ആയൊരു ജോലിയാണ്. നല്ല സാലറി പാക്കേജാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വിട്ട് ഇനി എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിട്ട് കളയരുത്. നല്ല അവസരം എടുത്തോളം, നല്ല വേക്കൻസീസും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക ആൻഡ് പഠിക്കുക, എഴുതുക. ഓക്കെ, സോ അതുകൂടാതെ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. January 14 ആരംഭിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എക്സ്ക്ലൂസീവ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ്, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. 20 മണിക്കൂറിന് പരം ക്ലാസ്സുകൾ തരുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ കോഴ്സ് തീരും. 14 തുടങ്ങി കഴിഞ്ഞാൽ 25 തീരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് ഇല്ലാത്ത, നിങ്ങൾക്ക് നോക്കി തരില്ല നമ്മൾ, അങ്ങനെയുള്ള ഒരു ഇതാണ്. നമുക്ക് ജസ്റ്റ് തിയറീസ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. പക്ഷേ അടുത്തൊരു ബാച്ച് തൊട്ടടുത്ത് നിങ്ങൾ ആ സ്റ്റോറിൽ നോക്കിയാൽ കാണും. ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ ada247.com വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ada247 എന്നുള്ള ആപ്പിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു പ്രീമിയം ബാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ബാച്ച്. അപ്പോൾ പ്രീമിയം ബാച്ചിന് നിങ്ങൾക്കാണ് 1500 രൂപയാണ് വന്നേക്കുന്നത്. 1700 അവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം 1459 രൂപയ്ക്ക് അത് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. Y314 എന്ന കോഡ് അടിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബാച്ച് ഉണ്ട്. അപ്പം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഈ ബാച്ച് ഓൾറെഡി എടുത്തു. അസസ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു Paytm ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇന്ന് വൈകുന്നേരം ഒരു 5 മണിക്കൂർ ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ ഡിസ്കഷൻ, കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഒരു സൂം ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. 5 മണിക്ക് കേട്ടോ. ഓക്കെ, കൂടാതെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് Jan 10. അപ്പോൾ നമ്മുടെ VFA, ബിവറേജ് ഡിപ്പോ വാച്ച്, കമ്പനി ബോർഡ് LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു നല്ല അവസരമാണ്. വരിക, ജോയിൻ ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞു ആജ്ഞ. റെയിൽവേയുടെ അപ്ലൈ ഉള്ള ഡേറ്റ് കഴിഞ്ഞു. എക്സാം ഉടനെ ഉണ്ടാവും കേട്ടോ. എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതെ 2019 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതെ ഓൾറെഡി പെയ്ഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. യെസ് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ഫോക്കസ് കോഴ്സോ. ഇപ്പോൾ നമ്മളെല്ലാം കൂടി എടുത്ത് ഇപ്പോൾ ഓൾറെഡി കോഴ്സുകൾ നമുക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആജ്ഞ. ഇല്ലെങ്കിൽ നമ്മളതും കൂടി ചെയ്തേനെ. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു കോഴ്സ് എടുത്തേനെ. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. പയ്യെ നമ്മൾ ഫൗണ്ടേഷൻ അനുസരിച്ച് മൊത്തത്തിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കും കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: എവറി അക്കംപ്ലിഷ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡിസിഷൻ ടു ട്രൈ. എന്തൊരു സമ്പ്രദായം ആയിക്കോട്ടെ, എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ, എന്തൊരു സ്ഥാപനമോ, എന്തൊരു കാര്യമോ, എന്തൊരു ജോലിയോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം എന്ത് വെച്ചിട്ടായിരിക്കും? ദ ഡിസിഷൻ ടു ട്രൈ.
ഞാൻ ശ്രമിക്കും എന്നൊരു ഡിസിഷൻ, ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടായിരിക്കും നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആർ യു റെഡി ടു ട്രൈ? ആർ യു വിത്ത് ദ ഡിസിഷൻ ടു ട്രൈ? എങ്കിൽ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒമിക്രോൺ കേസുകളെ പറ്റിയൊക്കെ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നും ഒമിക്രോൺ കേസിനെ പറ്റിയാണ്, കുറച്ച് പന്തിയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം ഇന്ന്. അപ്പോൾ അതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒമിക്രോൺ കേസിനെ പറ്റി. പിന്നെ ഒരെണ്ണമുണ്ട് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയ ഒരു ആർട്ടിക്കിളുണ്ട്. ജോക്കോവിച്ച്, നമ്മുടെ നോവക് ജോക്കോവിച്ച്, നമ്മുടെ ടെന്നീസ് പ്ലെയർ, അദ്ദേഹം വാക്സിനിൽ നിന്ന് എക്സംഷൻ എടുത്തു, ഇമ്പ്യൂണിറ്റി എടുത്തു. എന്നിട്ട് വാക്സിനേറ്റഡ് അല്ലാതിരുന്നു, പക്ഷേ മെൽബോൺ എയർപോർട്ടിൽ വെച്ചിട്ട് പുള്ളിക്കാരനെ പിടിച്ചു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിന് റിലേറ്റഡ് ആയ ആർട്ടിക്കിളാണ്. അപ്പോൾ ഒരു കമ്മ്യൂണൽ ഡിസീസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്യുന്നൊരു സമയത്ത് നമ്മളൊരു യാത്രയൊക്കെ നടത്തുമ്പോൾ വിതൗട്ട് വാക്സിനേറ്റഡ് പോകുന്നത് കറക്റ്റാണോ ഇല്ലയോ, അദ്ദേഹത്തിന് മാത്രം എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഉള്ള ഒരു ആർട്ടിക്കിൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്, വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ലേ, എനിക്ക് വാക്സിൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ സ്വന്തം തീരുമാനമല്ലേ എന്നാണ് പറയുന്നത്. ബട്ട് അതിന് രണ്ട് വശങ്ങളുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. ഇന്ന് ഒരുപാട് അധികം സിനോണിംസ് ആൻറ്റണിംസ് ഉണ്ട്, ഒരുപാട് വേർഡ്സ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ന്യൂ വേർഡ്സ് ആണ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത പുതിയ വേർഡുകളൊക്കെയാണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ, സമയം പോലെ കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഒമിക്രോൺ കേസിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇല്ല ഹരി, എല്ലാ ഇയറിലും ഇല്ല. വൺസ് എന്താണ് പറയുക, ഒരു ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ്. അതായത് ഒന്നിടവിട്ട്. ഇന്നിപ്പോൾ ഈ വർഷം ഉണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം ഇപ്പോൾ വിളിച്ചു, ഇനി ഈ വർഷം വിളിക്കില്ല, അടുത്ത വർഷം, അങ്ങനെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക കേട്ടോ. ഞാൻ തേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന HCA ബെസ്റ്റ് ഉണ്ട് ഗുരുദാസ്. യെസ്, അതിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ബേസിക്സ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിനെ പറ്റി പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മറ്റ് ബാച്ചുകൾക്കൊന്നും ഡിസ്ക്രിപ്റ്റീവ് ഇല്ലേ എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മുടെ എല്ലാ ബാച്ചുകൾക്കും, നമ്മൾ തുടങ്ങിയ ഹൈക്കോട്ടസ്റ്റൻ ഫസ്റ്റ് ബാച്ച് മുതൽ ഇപ്പോൾ നിൽക്കുന്ന 7ാമത്തെ ബാച്ച് വരെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചില കുട്ടികൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഓരോ ലെവൽ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ചിലവർക്ക് നമ്മൾ കൊടുക്കുന്ന അസിസ്റ്റൻസിനേക്കാളും കൂടുതൽ വേണ്ടവരും റൈറ്റിംഗ് തീരെ ബേസിക്സ് ഇല്ലാത്തവരായിരിക്കാം, പാരഗ്രാഫിംഗ് അറിയില്ലാത്തവരായിരിക്കാം, മനസ്സിലായോ, സെൻറ്റൻസ് സ്ട്രക്ചറിങ് മര്യാദയ്ക്ക് അറിയില്ലാത്തവരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവിന് മാത്രം കുറച്ച് അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി, കുറച്ച് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി, കാര്യം 60 മാർക്കിൻ്റെയാണ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ശരിക്കും ഇത് വലിയ പ്രശ്നമാണ്, ഇത് മൊത്തം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്ന ആ ടൈമിനുള്ളിൽ ചെയ്യണ്ടേ, അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. റീവമിസും ഞാനോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സുകൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാ ബാച്ചിലും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, വേണ്ടവർ മാത്രം സെപ്പറേറ്റ് എടുത്താൽ മതി. ഒരിക്കലും നിങ്ങൾ എല്ലാവരും കോഴ്സും ജോയിൻ ചെയ്ത് എല്ലാവരും പോയിട്ട് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് എടുക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കില്ല, ഒരിക്കലും വേണ്ട. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ലെവൽ, അതനുസരിച്ച് ചെയ്യാം. ഓക്കെ. ക്രാഷ് കോഴ്സിന് ഇല്ല ഗൂഗിൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 3-ാം തീയതി തുടങ്ങിയതേ ഉള്ളൂ, വേണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ നമ്മുടെ ലിങ്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് തരാം, അതിൻ്റെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആപ്പ് വഴി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടും കേട്ടോ. HCA മിഷൻ 50 days എന്നുള്ള കൊടുത്താൽ മതി, അതിൽ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കരുത്. എൻ്റെ കോഡ് തന്നെ വേണമെന്നില്ല, ആരുടെ കോഡും എടുത്തു. Y314 ആണ് എൻ്റെ കോഡ്. അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു 1381 രൂപയ്ക്ക് കിട്ടും. അതാണ് കറക്റ്റ്. അല്ലാത്ത കുട്ടികൾ നിങ്ങൾ നേരെ പോയിട്ട് അങ്ങ് പൈസ കൊടുക്കും, 1600 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കോഡ് അടിച്ചു കൊടുക്കൂ എന്ന് പറയുന്നത്. 17% ഡിസ്കൗണ്ട്, പൈസ കുറച്ച് കിട്ടൂല നിങ്ങൾക്ക്. യൂസ് ഇറ്റ്. ഓക്കെ, യൂസ് അവൈലബിൾ റിസോഴ്സസ്, യൂസ് ഡിസ്കൗണ്ട്, യൂസ് ഓഫേഴ്സ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമുക്ക് ടെലിഗ്രാം ലിങ്ക് തരുമോ കാര്യങ്ങൾ പറയാനും പറ്റില്ല, കാരണം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പെയ്ഡ് സ്റ്റുഡൻസ് അല്ലാത്തവർ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇഡിയം ആൻഡ് ഫ്രേസസ് ആൻഡ് ഇഡിയംസിൽ ആദ്യത്തെ നോക്കാം. ത്രോ കോഷൻ ടു ദ വിൻഡ്. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു കോഷൻ പറയുക, ഒരു മുൻകരുതൽ കൊടുക്കുകയാണെങ്കിൽ അവരത് കാറ്റ് പറത്താന്ന് പറയില്ലേ, ത്രോ കോഷൻ ടു ദ വിൻഡ്, കാറ്റ് പറത്തി കളയുക. ദാറ്റ് മീൻസ് ആക്ട് ഇൻ എ കംപ്ലീറ്റ്ലി റെക്ലെസ് മാനർ. യു നോ ദാറ്റ് യു ഹാവ് ടു ബി കോൺഷ്യസ്, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കോൺഷ്യസ് ആണെന്ന്. ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, അറിഞ്ഞിട്ടും യു ഡു ഇറ്റ് ഇൻ എ വെരി റെക്ലെസ് മാനർ, ഇൻ എ കെയർലെസ് മാനർ. എന്നിട്ട് അതിനെ ശ്രദ്ധിക്കാതിരിക്കുക, വിജിലൻ്റ് അല്ലാതിരിക്കുക. എങ്കിൽ യു സേ ത്രോ കോഷൻ ടു ദ വിൻഡ്, കാറ്റിപ്പറപ്പിക്കുക. മനസ്സിലായോ? അതിനെയാണ് ആക്ട് ഇൻ എ കംപ്ലീറ്റ്ലി റെക്ലെസ് മാനർ എന്ന് പറയാം. അടുത്ത് നോക്കാം, നോ റൂം ഫോർ സംതിങ്.
നോ റൂം ഫോർ സംതിങ്, അൺഅക്സെപ്റ്റബിൾ ആൻഡ് അൺസ്യൂട്ടബിൾ. സോറി, ഗുരുദാസ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പെയ്ഡ് ബാച്ചിലെ ടെലിഗ്രാം ലിങ്ക് അല്ലേ, അല്ലാതെ നമ്മുടെ ടെലിഗ്രാം ലിങ്ക്, നമ്മുടെ കോമൺ ചാനലിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ലിങ്ക് ഞാനിപ്പോൾ തരാം, അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുണ്ട് ഓക്കെ. അത് ഓൾറെഡി എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസിനും പെയ്ഡ് സ്റ്റുഡൻസിനും എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ടെലിഗ്രാം ലിങ്ക്, ഒഫീഷ്യൽ ലിങ്ക്. അല്ലാതെ ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, നോ റൂം ഫോർ സംതിങ്. റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന റൂം എന്താ, ഈ 4 ചുവരുകളുള്ള റൂമില്ലേ, അതല്ല. റൂം എന്ന് പറയുമ്പോൾ സ്പേസ് എന്ന് പറയും, അവിടെ അതിനുള്ള കാര്യമില്ല. ഡു യു ഹാവ് എ റൂം ഫോർ വൺ മോർ എന്ന് ചോദിക്കാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡു യു ഹാവ് റൂം ഫോർ വൺ മോർ എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് ഒരാളെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. ഡു യു ഹാവ് റൂം ഇൻ ദിസ് കാർ എന്ന് ചോദിക്കും. ഡു യു ഹാവ് റൂം ഇൻ ദിസ് കാർ, ഈ കാറിൽ സ്ഥലം ഉണ്ടോ അല്ലേ, സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഓർത്താൽ മതി. റൂം എന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന അർത്ഥം, സ്ഥലം. ഓക്കെ, നമ്മുടെ ഒരു സ്പേസ് എന്നാണ് അർത്ഥം. സ്പേസ്, അതിപ്പോൾ പേഴ്സണൽ സ്പേസ്, എന്ത് സ്പേസും ആകാം, സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. റൂം എന്ന് പറയുമ്പോൾ പക്ക ബെഡ്റൂം, അങ്ങനെ ഓരോ റൂംസ് അല്ലേ, ഡൈനിങ് റൂം, ലിവിങ് റൂം, ആ റൂം എന്ന് വിചാരിക്കരുത്. സോ ആ ഒരു അർത്ഥമുണ്ട്, മനസ്സിലാക്കിക്കോണത്. അതാണ് ഇംഗ്ലീഷുകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാം. ദർ ഇസ് നോ റൂം ഫോർ വൺ മോർ, ഇവിടെ സ്ഥലമില്ല, വേറെ ഒരാൾ കൂടെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറയില്ലേ. ഓക്കെ, സോ അടുത്ത് നോക്കാം. നോ റൂം ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ അൺഅക്സെപ്റ്റബിൾ ആൻഡ് അൺസ്യൂട്ടബിൾ, നടക്കില്ല മോനെ എങ്കിൽ യൂസ് നോ റൂം ഫോർ സംതിങ്. ദർ ഇസ് നോ റൂം ഫോർ ഡിസ്ക്രിപ്പൻസി, ദർ ഇസ് നോ റൂം ഫോർ കറപ്ഷൻ ഇൻ ദ സൊസൈറ്റി, ദർ ഇസ് നോ റൂം ഫോർ മിസ്റ്റേക്സ് ഇൻ അവർ കമ്പനി എന്നൊക്കെ പറയില്ലേ, അതാണ് റൂം എന്ന്. ദാറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ, നടക്കില്ല, സമ്മതിക്കില്ല, അതിവിടെ നടക്കുന്ന പരിപാടിയല്ല. അൺസ്യൂട്ടബിൾ, ദാറ്റ്സ് നോ റൂം ഫോർ സംതിങ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അടുത്ത വാക്കാണ് പിക്കപ്പ്. പിക്കപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിക്കപ്പ് ട്രക്കിലല്ലേ, പിക്കപ്പ് ഒരു ട്രക്ക് ഉണ്ട്, വണ്ടിക്ക് പേരില്ലേ പിക്കപ്പ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ എന്താ പറയുക, ഒരു സാധനം എടുക്കുക, ലിഫ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് പിക്കപ്പ്. എടുക്കുക എന്നുള്ള അർത്ഥമാണ് ലിഫ്റ്റ് ചെയ്യുക. പക്ഷേ പിക്കപ്പ് എന്ന ഫ്രേസൽ വെർബിന് വേറെ മീനിങ് ഉണ്ട്. റിക്കവർ ഓർ ഇൻക്രീസ് സ്പീഡ് കൂടുക. ഓക്കെ, ഒരു കാര്യത്തിൻ്റെ സ്പീഡ് കൂട്ടുക, വിഗർ ഓർ ആക്ടിവിറ്റി. പിക്കപ്പ് യുവർ വർക്ക് പറഞ്ഞിട്ടില്ലേ. ദ ഇക്കോണമി ഈസ് പിക്കിംഗ് അപ്പ്, ഇക്കോണമി അത്യാവശ്യം തൽക്കാലം കുഴപ്പമില്ല, അടിപൊളിയായിട്ട് അതിൻ്റെ ആക്ടിവിറ്റിക്ക് ഒന്ന് സെറ്റായി വരുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ ദ COVID-19 പാൻഡമിക് ഓർ എങ്ങനെ പറയില്ല, പോസ്റ്റ് പാൻഡമിക് പീപ്പിൾ ആർ പിക്കിംഗ് അപ്പ് ദെയർ ലൈഫ്സ് പറഞ്ഞുകൂടേത് നമുക്ക്, അത് പറയാം. അതാണ് പിക്ക് അപ്പ് അല്ലെങ്കിൽ പിക്കപ്പ് എന്ന് പറയുന്നത്. റിക്കവർ ഓർ ഇൻക്രീസ് സ്പീഡ്, വിഗർ ഓർ ആക്ടിവിറ്റി, അതിനെയാണ് പിക്കപ്പ് എന്ന് പറയാം. ഓക്കെ കേട്ടോ. Yes. Yeah. When he was completely out of mind, he threw caution to the wind. That led to his imprisonment in a cell. Okay. Actor Lee throws caution to the wind of actor abusing case. Okay. You throw caution to the wind. To the wind my words. Alla. Angana parayilla. You throw caution to the wind with my words. That's why you failed the examination. Okay. Recently, Kerala police took action against private bus drivers who throw caution to the wind, okay? Although the government has proper reports regarding the Western Ghats, yet it throws caution to the wind. Great. അടുത്ത നോക്കിയേ, ബോണഫിഡെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് ലാറ്റിൻ ഫ്രേസ് ആണ്. ഇറ്റ്സ് എ ലാറ്റിൻ ഫ്രേസ്. മീനിങ് ഇതാണ്, വരത്തനാണേ ഓർത്തോണം, അത് മീനിങ് ഇതാണ്. ചോദ്യങ്ങൾ വരാറുണ്ട് എക്സാമിന് ലാറ്റിൻ ഫ്രേസിൽ നിന്നൊക്കെ. ലാറ്റിൻ ഫ്രേസ് ആണ്, മീനിങ് ഇതാണ്, ഒത്തൻറ്റിക് അല്ലെങ്കിൽ ജെനുവിൻ. കേട്ടില്ലേ? ബോണഫിഡെ സർട്ടിഫിക്കറ്റ്സ് കേട്ടിട്ടുണ്ടോ? ബോണഫിഡെ സർട്ടിഫിക്കറ്റ്സ്, ബോണഫിഡെ എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് അല്ലെങ്കിൽ ജെനുവിൻ. ഫിഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ആണ് എന്നർത്ഥം. ബോണഫിഡ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ്, ഒത്തൻറ്റിക് ആണ്, ജെനുവിൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഫിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്രസ്റ്റ് ആണ്. ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൂട്ട് വേർഡ്സ് അനുസരിച്ച് നമുക്ക് മീനിങ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള വേർഡ്സിൻ്റെ, ഫ്രേസസിൻ്റെ, ഇഡിയംസിൻ്റെ ഒക്കെ മീനിങ് റൂട്ട് വേർഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് റൂട്ട് വേർഡ് ടെക്നീക്ക്. റൂട്ട് വേർഡ് ടെക്നീക്ക് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ കാണുക, പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. ടേക്ക് എ ഹാർഡ് ലൈൻ ഓൺ സംബഡി ഓർ സംതിങ്. അടുത്തത് ടേക്ക് എ ഹാർഡ് ലൈൻ ഓൺ സംബഡി ഓർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹാർഡ് ലൈൻ എടുക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബി വെരി സിവിയർ ടു ഡീൽ വിത്ത് സംതിങ് ഓർ സംബഡി. ആരെങ്കിലും ഒരാളെ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഡീൽ ചെയ്യുമ്പോൾ വളരെ സിവിയർ ആയിട്ട് ഡീൽ ചെയ്യുക, അതിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിവിയർ ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ യു സെറ്റ് ടേക്ക് എ ഹാർഡ് ലൈൻ ഓൺ സംബഡി അല്ലേ. അതിനെയാണ് ഹാർഡ് ലൈൻ ഓൺ സംബഡി ഓർ ഹാർഡ് ലൈൻ ഓൺ സംതിങ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ. ഓക്കെ. ഷീ ഈസ് പിക്കിംഗ് അപ്പ് ആഫ്റ്റർ മാസിവ് ഫെയിലിയർ. ഓക്കെ. ഹി പിക്ഡ് അപ്പ് ഇൻ ടു വർക്ക്. അല്ല, പിക്ഡ് അപ്പ് ഇൻ ടു വർക്ക് പറയില്ല.
Reshma, he picked up his work, avante work, after COVID-19. Medical negligence has no room for excuse. Okay. The boss advised the employees to pick up their as assessment. Pick up their assessment dates were near. Oh, pick up their as assessment dates were near. ആ ഡേറ്റ്സിന് അപ്പസ്ട്രോഫി ഇട്ട് കൊടുത്തേക്കുന്ന എന്തുകൊണ്ടാ? ഒരു പ്രശ്നമുണ്ടേ. The boss advised employees to pick up their their work കൊടുത്തോ, ഇങ്ങനെ കൊടുക്കാം. The boss advised the employees to pick up their work as assessment dates were near എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഡേറ്റ്സിന് അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ. If you throw my caution to wind, you will face the danger. Okay. Throw the caution to the wind is the key. Throwing cautions to the wind is the key reason for spread of COVID-19. Yes. KSRTC bus driver drives the bus through bus throw എന്നല്ല കേട്ടോ നീതു, അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ പറഞ്ഞുതരാം. KSRTC bus driver drives the bus by throwing caution to the wind on road that cause cases unwittingly. Casesന് ശേഷമാണ് unwittingly വരുന്നത് കേട്ടോ. People threw caution to the wind on the new year. Okay. His act of throwing action to the wind resulted in no room for him in the team. Nevertheless, he picked up the race and became bona fide to every action he does. To be genuine, to be authentic to every action. To be authentic to every action നമ്മൾ പറയില്ല. അവിടെ bona fide യൂസേജ് തെറ്റാട്ടോ യമര. അതുവരെ കറക്റ്റാ. Students picked up their practice on account of the inter-college festival. Okay. Malafide, bad faith. Yes, big man. Malafide അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. Malafide അതായത് ഒതന്റിക് അല്ല, കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തത്. ദാറ്റ് ഈസ് malafide. മാൽ എന്ന വാക്ക് ഞാൻ നമ്മൾ പറഞ്ഞു, മാൽന്യൂട്രീഷൻ പറഞ്ഞിട്ട് നമ്മൾ മാൽന്യൂട്രീഷൻ, മാൽ പ്രാക്ടീസ്. മാൽ എന്ന വാക്ക് റൂട്ട് വേർഡ് ആണ്, ബാഡ് എന്നർത്ഥം. ഗുഡ് എന്നാണ് ബോണ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. All right, yes. The gold price is picking up day by day. Yes, after my delivery, I picked up, past tense alle. Appa picked up കൊടുക്കുക ഷിഫ. After I informed the deadline date എന്ന് പറയുന്നത്, ഡെഡ്ലൈൻ എന്ന് പറയുമ്പോൾ അവസാനം തന്നെ കൊടുക്കുക. ഇറ്റ്സ് എ ഡെഡ്ലൈൻ പറഞ്ഞാൽ മതി, പിന്നെ ഡേറ്റിന്റെ ആവശ്യമില്ല. I informed the deadline, you throwed a caution to the wind എന്ന് കൊടുക്കാം. Husband wife is a bona fide relationship അല്ല, husband wife's relationship ഒരുമിച്ച് പറയാം. husband wife's relationship, അവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് is a bona fide relationship എന്ന് പറയാം. Not necessarily, അത് വേറെ കാര്യം. There is no room for discrimination in the society. Great. She has the ability to pick up everything from Treacher's word. Okay. You should take a hard line on your exam. എക്സാമിനോട് to be very severe to deal with, ഹാർഷായിട്ട് ഡീൽ ചെയ്യാന്നാണ്. അപ്പോൾ ഹാർഷായിട്ട് എക്സാമിനെ നമ്മൾ ഡീൽ ചെയ്യാന്ന് പറയില്ല. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഒരാളെ ഹാർഷായിട്ട് ഡീൽ ചെയ്യുക അല്ലേ, എന്തെങ്കിലും ഒരു തെറ്റ എക്സാമിനോട് ഹാർഷായിട്ട് ഡീൽ ചെയ്യാന്ന് പറയില്ല കേട്ടോ ഷൈജു. അതിന് ഷൈജു എന്തെങ്കിലും വേറെ ഒരാളെ കൊടുത്തോ, ഓൺ യു ഷുഡ് ടേക്ക് എ ഹാർഡ് ലൈൻ ഓൺ ഹിം യുവർ സൺ എന്നങ്ങനെ വല്ല കൊടുത്തോ, അത് കുഴപ്പമില്ല. ഓൺ യുവർ സൺ ഓർ യുവർ സൺസ് ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ, സംതിങ് ലൈക്ക് ദാറ്റ്. ദ പോലീസ് മസ്റ്റ് ടേക്ക് ഹാർഡ് ലൈൻ ഓൺ ദോസ് ക്രിമിനൽസ് ഹു ആർ ഡ്രഗ് അഡിക്റ്റ്. ഹു ആർ ഡ്രഗ് അഡിക്റ്റ് ആണോ, ഹു ആർ ഡ്രഗ് അഡിക്ട്സ് പ്ലൂറൽ അല്ലേ, അപ്പോൾ ആർ ഡ്രഗ് അഡിക്ട്സ് കൊടുക്കുക. ഓക്കെ, ടേക്ക് എ ഹാർഡ് ലൈൻ ഓൺ പബ്ലിക് ഹു ഇസ് നോട്ട് വെയറിംഗ് മാസ്കുകൾ അല്ലേ, പബ്ലിക് അല്ലേ, മാസ്കുകൾ കൊടുക്കുക. Kerala government throws caution into the wind about the Silver Line project. Okay, government should take a hard line on COVID-19 treatment. Government take a hard line അല്ല, government takes അല്ലെങ്കിൽ took എന്ന് കൊടുക്കാം. ഒന്നെങ്കിൽ past tense കൊടുക്കണം ടാമ്പ്, അല്ലെങ്കിൽ government takes. Government is a singular, അതുകൊണ്ട് singular verb വേണം. Okay, the government constituted a new committee to have a bona fide report as there is no room for malafide report. Great. Genuine എന്നുള്ള രീതിയിൽ പറയുക മാം, ഈ സെൻറ്റൻസ് അതാ ഉദ്ദേശിച്ചത്. ഓ മനസ്സിലായി, ജെന്വിൻ എന്ന രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി യമുന. ഞാൻ പറയാണ്, അവിടെ ആ ജെന്വിൻ എന്ന രീതിയിലുള്ള മീനിങ് ബോണഫൈഡ് അവിടെ അസോസിയേറ്റ് ചെയ്താൽ കറക്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഐ ഗസ് ദാറ്റ് ഇസ് ക്ലിയർ. ഇറ്റ്സ് എ ബോണഫൈഡ് പ്രോഡക്റ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, Tamil Nadu government has picked up a comprehensive urban planning aftermath massive Chennai floods. Okay. The authority has requested to submit the bona fide certificates of students for admission purposes. Yes, there is no room for others to interfere in your own life. പ്രശ്നം നീതു, അവിടെ അതേഴ്സിന് അപ്പസ്ട്രോഫി വേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലൈഫ്സിന് അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കരുത്. അല്ലാതെ തന്നെ ലൈഫിന്റെ പ്ലൂറൽ ഉണ്ട്.
ജീവിതങ്ങൾ എന്നാണ്, ലൈവ്സ് ഉണ്ട് കേട്ടോ, ലൈഫ്സ് അങ്ങനെ കൊടുക്കുക. അതാണ് ഇത് ഉദ്ദേശിച്ചതിൻ്റെ കറക്റ്റ്. ലൈഫ്സ് ഡോണ്ട് അപ്പസ്ട്രോഫ് ഇട്ട് കൊടുത്ത് കേൾക്കുന്നത് തെറ്റാ. ദ പർവേയർ ഇസ് എ ബോൺ ഓഫ് വേർഡ്. ഓക്കെ, ബോൺ ഓഫ് ഫിഡെ. ഓക്കെ, മെനി കോളേജ് സ്റ്റുഡൻസ് കോസസ് വരില്ലല്ലോ. ജസ്റ്റിൻ മെനി കോളേജ് സ്റ്റുഡൻസ് പ്ലൂറൽ അല്ലേ, അപ്പോൾ കോസസ് അല്ല കോസ്. ആക്സിഡൻസ് ബിക്കോസ് they throw പ്രശ്നം പറ്റിയല്ലോ. മെനി കോളേജ് സ്റ്റുഡൻസ് കോസ് accidents because they throw caution on rash driving to wind. Okay, even though there was അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ജസ്റ്റിനെ. റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ റെക്ലെസ് ഡ്രൈവിംഗ് എന്നാ. അപ്പോൾ പിന്നെ അവിടെ കോഷൻ ടു ദ വിൻഡ് ആവശ്യമില്ല. ഒന്നെങ്കിൽ കോഷൻ ടു ദ വിൻഡ് അല്ലെങ്കിൽ പിന്നെ റാഷ് ഡ്രൈവിംഗ് മതി. അപ്പോൾ റാഷ് ഡ്രൈവിംഗ് വേണ്ട, ബിക്കോസ് ദേ ത്രോ കോഷൻ ടു ദ വിൻഡ്, അത് മതി. അവിടെ റാഷ് ഡ്രൈവിംഗ് എന്നുള്ള ഓൺ റാഷ് ഡ്രൈവിംഗ് കട്ട് ചെയ്തല്ല കേട്ടോ. Even though there was information about the PM's visit, the functionaries threw caution to the wind and the security was at stake. Okay, I have to take a hard line on someone when she hurts me in my life. Okay, it's imperative to carry bona fide documents when traveling abroad, while traveling abroad. Okay, the Punjab government throwed a letter suvarna. Throwed a past tense enda. Throw is V1. Past tense എന്താ? Through. V2. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ത്രൂ കൊടുക്കുക. Okay, the school authorities decided to take a hard line on the parade selling drugs on the school premises. Okay, on the school premises അല്ല, in the school premises. Binsi, in the ചുറ്റുപാട് in the school premises, not on കേട്ടോ. He has to work hard to pick up the classes. Okay, police take a hard line on leaders of the organization. Millions are picking up from the pandemic that shook the world. She takes a hard line on her profession. Government should take a hard line on inoculating people to have a pickup. അവിടെ പിക്കപ്പ് എന്ന് ഫ്രം ദ കറന്റ് സിറ്റുവേഷൻ. പിക്കപ്പ് എന്ന് കൊടുക്കുവാണെങ്കിൽ അതിനെ ഒറ്റ വേർഡായിട്ട് കൊടുക്കണം കേട്ടോ ജയകൃഷ്ണൻ. അല്ലാതെ പിക്കപ്പ് ഫ്രേസൽ വേർബാ. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഗ്യാപ്പ് വരുമ്പോൾ മീനിങ് മാറി, രണ്ട് യൂസേജ് ആയി. ശ്രദ്ധിക്കണേ. ഹീസ് എ ബോൺ ഓഫ് ഫിഡേ, സോ ഹി ഹാസ് എ പിക്കപ്പ്. കണ്ടോ വീണ്ടും ബ്ലൂ വിങ്സ്. ആ പിക്കപ്പ് കണ്ടോ, ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നാൽ അത് നൗണായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗ്യാപ്പ് വന്നില്ലെങ്കിൽ നൗണായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോറി. ദ പോലീസ് ഓഫീസർ ടുക്ക് എ ഹാർഡ് ലൈൻ ഓൺ ദ പോലീസ്മാൻ who failed to investigate the case genuinely. Their family problem regarding property discussion, take a hard line. Family problem എന്നല്ല പറയാം, അപ്പോൾ ടേക്സ് എ ഹാർഡ് ലൈൻ കൊടുക്കണം ആജ്ഞ, അല്ലെങ്കിൽ ടുക്ക് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇഫ് ഇ ശ്രീധരൻ വാസ് ഗിവൺ ദ ചാർജ് ഓഫ് a major railway projects, there would be no room for corruption. Okay, we should produce bona fide documents before taking insurance policies. These days, the government takes a hard line on sedition. Okay, state government's criteria for appointing candidates in PSC are no room for governor's suggestion. Criteria അല്ലേ, അപ്പോൾ have no room for governor's suggestion. Have കേട്ടോ, അവിടെ ആറ് വരില്ല. അതിനില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിനില്ല, പൊസിഷൻ അവിടെ ഉദ്ദേശിക്കുന്നത്. People took a hard line on drunkard. Okay, one must produce bona fide documents for verification at the office. After unlocking by the government, the public have started to pick up back to life. Pick up their lives മതി. pick up back to life അങ്ങനെയാണ്. പിക്കപ്പിന്റെ ആവശ്യമില്ല, ബാക്ക് ടു ലൈഫ്, they are back to life മതി കേട്ടോ നീതു. അപ്പോൾ ബാക്കിന്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. ഓൾറെഡി ഒരു പ്രൊപ്പോസിഷനോടെ പിന്നെ ഒരു പ്രൊപ്പോസിഷൻ വരത്തില്ല, അതാണ്. we took a hard line on the misuse വേണ്ട, misuse. Ishana, misuse. We took a hard line on the misuse of social media. The company rejected Ram's views as there was no room for his ideas. Okay, the private as well as the public vehicles throw caution to the wind to public. All right, you have to pick up your studies. Great. Moving on, നേരെ പോകാം. Synonyms and antonyms. വേഗം അത് നോക്കാം, ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. Complacency. ആദ്യത്തെ സിനോണിം എന്താണ്? കോംപ്ലസൻസി. കോംപ്ലസൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ലിറ്ററേച്ചറൊക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും, അല്ലെ ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാം. വിക്ടോറിയൻ കോംപ്ലസൻസി, വിക്ടോറിയൻ എറയിൽ നടന്നൊരു കാലഘട്ടത്തിൽ ഉള്ളൊരു യൂസേജ് പറയും, വിക്ടോറിയൻ കോംപ്ലസൻസി. വിക്ടോറിയ രാജ്ഞി ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ ഇംഗ്ലണ്ടിലുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഉള്ളത് മതി, എന്തുണ്ടോ അത് മതി എന്നുള്ള അവസ്ഥ. കൂടുതൽ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നുള്ള എല്ലാവർക്കും ഒരു എന്താ പറയുക,
അത് മതി ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് അപ്രൂവൽ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകത്തെ ഒരു ഇതാണ് വിക്ടോറിയൻ കോംപ്ലസൻസി. അത് പോസിറ്റീവ് അല്ല കേട്ടോ, നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത് കോംപ്ലസൻസി എന്ന് പറഞ്ഞാൽ. അതായത് എന്തെങ്കിലും കാര്യം നമുക്ക് കൂടുതലൊന്ന് അച്ചീവ് ചെയ്യാൻ തോന്നുമോ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്കില്ല, എല്ലാം എന്തുണ്ടോ അത് മതിയേ എന്നൊരു പാസിവിറ്റിയാണ്. അതിനെയാണ് കോംപ്ലസൻസി എന്ന് പറയാം. സോ ഇവിടെ കോംപ്ലസൻസി മീൻസ് സ്മഗ്നെസ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ സെൽഫ് അപ്രൂവൽ. ഓർക്കുക കേട്ടോ, കോംപ്ലസൻസി. അടുത്ത വാക്ക് ഇൻഡ്യൂസ്. അത് തന്നെ കംപ്ലയൻസ് എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. കംപ്ലയൻറ്റ് എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് ഓർമ്മയില്ലേ, റിലേറ്റഡ് ആണ് ഏറെക്കുറെ. ബട്ട് കോംപ്ലസൻസി ഈസ് ലിറ്റിൽ മോർ നെഗറ്റീവ് ഇൻ സെൻസ്. അതാണ്. അടുത്ത് നോക്കുക, ഇൻഡ്യൂസ് ചെയ്യാന്ന് മീൻസ് പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട്, രണ്ട് അർത്ഥമാണിത്. പെർസ്വേഡ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക. ഒരാളൊന്ന് പെർസ്വേഡ് ചെയ്യാണ്, ഒരാളൊന്ന് എൻകറേജ് ചെയ്യാണ്, കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. അതിനാണ് ഇൻഡ്യൂസ് എന്നൊരു വാക്ക്. രണ്ടാമത്തെന്ന് വെച്ചാൽ ബ്രിങ് അബൌട്ട്. ഇൻഡ്യൂസ് സംതിങ്, ഒരു കാര്യം കൊണ്ടുവരിക. ബ്രിങ് അബൌട്ട് എ ചേഞ്ച്, ബ്രിങ് അബൌട്ട് വാക്സിനേഷൻ, കോസ്, പ്രൊഡ്യൂസ് എന്നൊക്കെ അർത്ഥമുണ്ട്. കാരണമാകുക, അതാണ് ബ്രിങ് അബൌട്ട്. ഓക്കെ. അടുത്താണ് ഇമ്മെറ്റീരിയൽ. ഇമ്മെറ്റീരിയൽ നിങ്ങൾക്ക് മെറ്റീരിയൽ അല്ലാത്ത എല്ലാത്തിനും ഇമ്മെറ്റീരിയൽ നമ്മൾ പറയും. അപ്പോൾ സ്പിരിച്വൽ എന്നൊരു അർത്ഥം അതിനുണ്ട്. ഇമ്മെറ്റീരിയലിന് സ്പിരിച്വൽ എന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ എന്നർത്ഥമുണ്ട്. സ്പിരിച്വൽ അല്ലെങ്കിൽ അത്യാവശ്യം അറിയാവുന്നവർക്കറിയാം സ്പിരിച്വൽ എന്ന്, അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ എന്ന്. ഫിസിക്കൽ അല്ലാത്തത് മെറ്റഫിസിക്കൽ, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ എന്താ ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റാത്തത് എന്നൊക്കെ അർത്ഥമുണ്ട്. കാര്യം അൺടാഞ്ചിബിൾ, ടാഞ്ചിബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ടാഞ്ചിബിൾ ഇതാണെന്ന് തോന്നുന്നു. ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. സ്പിരിച്വൽ, മെറ്റഫിസിക്കൽ, ഇൻടാഞ്ചിബിൾ എന്നൊക്കെ അർത്ഥമുണ്ടേ. ടാഞ്ചിബിൾ ആണെങ്കിൽ തൊടാൻ പറ്റുന്നു, നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നു. ഇമ്മെറ്റീരിയൽ ആകുമ്പോൾ മെറ്റീരിയൽ ഇല്ലല്ലോ, അപ്പോൾ തൊടാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ അതിന് ഇവിടെ ഇന്നത്തെ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്ന മീനിങ് ഇതാണ്: ഇറലവൻറ്റ്, അൺഇമ്പോർട്ടൻറ്റ്, ഇൻകോൺസിക്വൻഷ്യൽ അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻറ്റ്. രണ്ടർത്ഥമുണ്ടേ, ഓർത്തണം. ഒന്ന്, നമുക്ക് ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ലാത്തത്, അപ്പോൾ കാണാനോ തൊടാനോ അങ്ങനെ പറ്റില്ല. 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ ഇമ്മെറ്റീരിയൽ എന്ന് പറയാം. അല്ലാതെ ഒരു മീനിങ് ഉള്ളത് ഇറലവൻറ്റ്, അൺഇമ്പോർട്ടൻറ്റ്, ഇൻകോൺസിക്വൻഷ്യൽ അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് എന്ന വാക്കാണ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ. There is no room for your debate. Go back to your work. Gautam, great. Starting stage of COVID-19 takes a hardline for health department. The police is taking a hardline on the people spreading false news through social media. Government must take a hardline on the safety protocol in the midst of frequent recurrence of firework tragedy in Tamil Nadu. The stringent laws enforced in our state leaves no room for public smoking. Okay. Opposition party in Kerala, no room for silver line project. Adu thetti. Avada sentence endha? Opposition party in Kerala is giving no room for silver line project ennu koduthu. Allengil opposition party in Kerala tells that there is no room for silver line project ennu kodukka. I took hard line with my children. Okay. With my എന്ന് പറയില്ല, സുവർണ on my. I took a hard line on my hard line stands on my children എന്ന് കൊടുത്തു. ഹാർഡ് ലൈൻ ഓൺ ആ പറയുക, ഇന്ന് പറയില്ല. ഓൺ സംബഡി എന്ന് പറയുക, വിത്ത് പറയില്ല കേട്ടോ. എന്താ പറയുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഓൺ ദ റൈസ് ബിക്കോസ് വി ത്രൂ ഓൾ കോഷൻസ് ടു ദ വെന്റ്. ഓക്കെ. മെറ്റ നെഗറ്റീവ് മീനിങ് അല്ല മെറ്റ നെഗറ്റീവ് മീനിങ് പറയില്ല. ദ സ്മഗ് കംപ്ലസൻസി displayed in the recent budget was therefore understandable up to a point. Okay. Taking hard line on children, Vittala Rajeshwari, on children tends to have a negative impact. New education policy introduced many changes in the present education system. Complacency in studies is not good for our improvement. Yeah. Implementation of K-Rail project needs bona fide environmental and social impact reports. Okay. Parents should induce their kids towards arts and skillful activities. I was in complacency stance until I recognized my job is in threat. Okay. It was a complacent situation for her after completing the graduation. Okay. Nowadays, the bureaucrats have bureaucrats plural have Reshma have no complacency to induce faith in public. അടുത്ത നോക്കിയാൽ കൺഫർ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാൻഡ്, പ്രൊവൈഡ് അല്ലെങ്കിൽ ഗിവ്, ബെസ്റ്റോ, കൊടുക്കുക. അല്ലെങ്കിൽ വേറൊരിടത്തോണ്ട് കോൺഫറൻസിന്റെ അറിയില്ലേ, കോൺഫറൻസിന്റെ വേർബ് വരുന്നത് കൺഫർ എന്ന് പറഞ്ഞാൽ ടോക്ക്, കൺസൾട്ട്, കോൺവേഴ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. കൺവേഴ്സ്, ടോക്ക്, കൺസൾട്ട് എന്നൊരർത്ഥം സംസാരിക്കുക. ഹാവ് എ ടോക്ക് വിത്ത് സംവൺ.
converse with someone, consult with someone എന്നൊക്കെ അർത്ഥം. സോറി, കൺസൾട്ട് സമ്മൺ, ഓക്കെ എന്നത്. എന്നാൽ കൺഫർ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്, ഗ്രാൻഡ്, ബെസ്റ്റ് ഓഫ്, ഗിവ്. ഇത് നമ്മൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പഠിച്ചിട്ടുള്ളതാണ് കൺഫർ. 2 മീനിങ്ങും ഉണ്ട്, 2 ഈ ഇൻഡ്യൂസ് പോലെ. ഇവിടം വരെ ഒരു മീനിങ്ങാ, കണ്ടോ, ഇവിടം വരെ ഒരു മീനിങ്ങാ. എന്നാൽ അത് കഴിയുമ്പോൾ മീനിങ് മാറിയത് കണ്ടോ, 2 മീനിങ്ങാ. ഇവിടെ വരെ ഒരു മീനിങ്, ഇവിടെ ആകുമ്പോഴേക്കും ഒരു മീനിങ്. അതാണ് ഇവിടെ. ഓക്കെ, അടുത്താണ് വിറുലൻസ്. വിറുലൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു, വിറുലൻസ് ഒക്കെ. വിറുലൻസ് ഇസ് നൗൺ. ENCE വന്നാൽ നൗൺ ആണ്. ഞാൻ നിങ്ങളെ പെയ്ഡ് ക്ലാസ്സുകളുടെ സ്റ്റുഡൻസിന് അറിയാം, ENCE ഞാൻ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്താണ്, നമ്മുടെ ഇതാണ് സഫിക്സ് ആണ്. സഫിക്സ് വരുമ്പോൾ ഓർത്താൽ മതി, വിറുലൻറ്റ് എന്ന വാക്കിന് ശേഷം ENCE ആണ് വരുന്നതെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക, അത് നൗണാണ്. സോ വിറുലൻസ് എന്ന് പറഞ്ഞാൽ സിവിയറിറ്റി, ഹാംഫുൾനെസ്, ഹോസ്റ്റിലിറ്റി, റാങ്ക്. അപ്പോൾ 2 ഉണ്ട്. അതിൻ്റെ അളവിൻ്റെ സിവിയറിറ്റി എന്തോരെയാണ്, ഹാംഫുൾനെസ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ അടുത്ത വാക്ക് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിലിറ്റി ആണ്, ദേഷ്യം അല്ലെങ്കിൽ ശത്രുത. റാങ്ക് അത് തന്നെ, ശത്രുത, എൻമിറ്റി എന്നൊരു അർത്ഥത്തിൽ വരികയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അടുത്ത എന്താണ്, ഹി കൺഫർ ഹിം 1,000 rupees ആസ് എ ഗിഫ്റ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ കൺഫർ ഹിം കൊടുക്കില്ല, കൺഫേഴ്സ് ഹിം. ഗൗതം ഇനി നീ തെറ്റിച്ചാൽ നിന്നോട് ഞാൻ പിണങ്ങുവേ. കൺഫേഴ്സ് സിംഗുലർ കൊടുക്കുക, സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുക്കുക, അല്ലെങ്കിൽ കൺഫേർഡ് പാസ്റ്റ് ടെൻസ് കൊടുത്തോളൂ. മനസ്സിലായോ? ഓക്കെ, അടുത്ത് നോ വൺ കെൻ ചേഞ്ച് a character that affords complacency. Okay. Complacency can be seen in many people towards urbanization. Okay, yes. Politicians cannot complacency പറയില്ല ഗുരുദാസ്. എന്താ നോക്കിയേ, വേർബായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ കംപ്ലൈ. യെസ്, കംപ്ലൈ എന്ന് പറയും. വേർബ് ആകുമ്പോൾ ഇത് കംപ്ലൈ ആണ്. നമ്മൾ കംപ്ലൈ പഠിച്ചിട്ടില്ലേ, അതാണ് വേർബ്. ഓക്കെ, അപ്പോൾ cannot comply with their own present laws. He is complacent with his life. Okay, she was conferred doctorate after years of hard work. Okay, one must have a complacency while doing his. Okay, ഒരു പ്രശ്നമുണ്ട് രമ്യ, ഒരിക്കലും ഈ കംപ്ലസൻസി എന്നൊക്കെ പറയുമ്പോൾ അതെന്താ, അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിൻ്റെ കൂടെ ഒരിക്കലും ആർട്ടിക്കിളായ എയും ആനും ഉപയോഗിക്കില്ല. അബ്സ്ട്രാക്ട് നൗൺസ് ആർ അൺകൗണ്ടബിൾ നൗൺസ്. അബ്സ്ട്രാക്ട് നൗണുകളെല്ലാം അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ആർട്ടിക്കിൾസ് ആയ എയും ആനും ഇട്ട് കൊടുക്കില്ല. ഓർത്തോ, എ കംപ്ലസൻസി വേണ്ട, ഹാവ് കംപ്ലസൻസി മാത്രം മതി കേട്ടോ. കോംപ്ലസൻസി മാത്രം മതി. ഗവൺമെന്റ് ഇൻട്യൂസ് കേരയിൽ ടു ഷോർട്ടൻ ദി ട്രാവലിംഗ് ടൈം ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ്. ഓക്കെ, UP government had introduced many welfare schemes. So people of UP felt complacency in their governance as well as they are eagerly waiting for upcoming election. Hari correct ആണ് സെന്റൻസ്. അപ്പോൾ എന്ത് കൊടുക്കണം, as well as they are eagerly waiting. അവിടെ ഒരു ആറിന് വിട്ട് കൊടുത്താൽ മതി. Okay, the term Victorian complacency is a reaction against your Austen age or during the later period. Okay, yes. Agni literature. Okay, ഞാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. I'm not going to go in detail. The motivation class induced him to be a better person. That's great. Complacency induces us to do work as it is one of the best motivations. Okay, complacency in children reduce their alacrity to explore new opportunities. Great. The virulence of Omicron variant is still black and white. Yes, adu enne. During the festival season, shops confirm many gifts of buyers. Okay, daily exercise gives me a lot of complacency. Okay, how can I express the values of a thing? Values ആണോ പറയാ, എക്സ്പ്രസ് ദി വാല്യൂസ് അല്ല, വാല്യൂ. അവിടെ വാല്യൂസ് അളവ് എന്നുള്ള അർത്ഥമാണോ പറയുന്നത്? ആ വാല്യൂ അല്ലല്ലോ, വാല്യൂ എന്താ പറയുക, ആ വാല്യൂ അതിൻ്റെ മൂല്യം അല്ലേ. അവിടെ മൂല്യം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ. 2 ഉണ്ട് വാല്യൂവേ. ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന വാല്യൂ ഇല്ലേ, കൗണ്ട് ചെയ്യുന്ന വാല്യൂസ്. ഡിഡ് യു ഗെറ്റ് ദ വാല്യൂ, അളവ്, മൂല്യം. മറ്റേത് മൂല്യമാണ്, വാല്യൂ ഇൻ ലൈഫ് ഒരർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഹൗ കെൻ ഐ എക്സ്പ്രസ് ദ വാല്യൂസ് ഓഫ് എ തിങ് പറയില്ല, വാല്യൂ ഓഫ് എ തിങ്, ആ മൂല്യം ഇവിടെ. മറ്റേ വാല്യൂസ് എന്ന് പറയാം മൂല്യങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങൾ എന്താണ്, നന്മ, ദയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയില്ല മൂല്യങ്ങൾ. അത് മോറൽസ് ഒക്കെ പറയില്ല, സാധനം മോറൽ വാല്യൂസ്. അപ്പോൾ ഇവിടെ വാല്യൂ ആണ് കേട്ടോ. ട്രോയ് എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് എ തിങ് അറ്റ് വൺസ് സോ എസെൻഷ്യൽ ആൻഡ് സോ ഇമ്മെറ്റീരിയൽ. അങ്ങനെ God is immaterial but confer with blessings to us. God is immaterial but അവിടെ ആവശ്യമില്ല. And he confers blessings to us. Confers മതി, വിത്തിൻ്റെ ആവശ്യമില്ല അവിടെ. Bestow with പറയും. Okay, you have to get over your complacency and confer your best in everything. As a growing number of users
As a growing number of users choose to use online services, only the location of the library service becomes immaterial to them. Okay. Chief Minister spelling മാറിയതുണ്ടോ? CHEIF അല്ല, CHIEF. Chief Minister induce അല്ല, induced കൊടുക്കാം മാഷ, അല്ലെങ്കിൽ induces ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് that the police department is perfect. Complacency kills growth. Okay. The company confers more opportunities to the people while it induces its products. Okay. Complacency attitude will not encourages വരുമോ കാർത്തിക? ഞാൻ ഇന്നലെ എന്നും പറയുന്നല്ലേ, വില്ല് മോഡൽ ഓക്സിലറി, അതിനുശേഷം V5 വരില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. We had conferred with the management regarding the prevailing issue of student strength. She presented immaterial evidence during the presentation. Iran President Ibrahim raised a hardline leader. He threats neighboring countries. Hardline leader എന്ന് പറയില്ല, hardline on leaders, അല്ലെങ്കിൽ അങ്ങനെ എവിടെയാണ് raise a hardline on in the hardline stands on leader അങ്ങനെ കൊടുക്കാം. ആ ഹാർഡ് ലൈൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹാർഡ് ലൈൻ റീഡർ എന്ന് നമ്മൾ പറയുമോ? സ്ട്രിക്ട് ലീഡർ എന്ന് വേണേൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ ഇഡിയമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആ ഇഡിയം തെറ്റാണ് കേട്ടോ, അതാ പറഞ്ഞത്. The government has to confer adequate amount of money to resume the project works which have been super due to the lack of money. Okay, all right. അവിടെ വർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് പോലത്തെ അല്ലേ, അപ്പോൾ കുഴപ്പമില്ല. Education bill presented by Joseph Mundashiri introduced for state emergency in 1959. Okay. He induces idea for the project work to the team. Their arguments എബില ഏത് ദേറാ? THER ദേറും രണ്ട് വ്യത്യാസം അർത്ഥമാണ്. ദേർ അവിടെ അഡ്വേർബ് ആണേ സാധനം, ഇവിടെ ദേറോ പോസസീവ്സ് ആണ് അഡ്ജക്റ്റീവ്. ഓർക്ക, മനസ്സിലാവണം. ഓക്കെ, മാറിപ്പോരുതേ. Virulence towards her colleagues has been seen in her acts. Okay, has been seen. Clear. Doctor confer അല്ല, doctor conferred അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? Doctor confers Shubha before her operation. Dr. Foster drama. Foster's spelling നിഷാന FAUSTER. Foster. His immaterial thoughts was Dr. Foster drama അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. In Dr. Foster his immaterial thoughts was unbelievable. വരുമോ? was വരുമോ? thoughts അല്ലേ, plural അല്ലേ, അപ്പോൾ were unbelievable. Although she had great plans in life, yet as soon as she entered into a safe zone job, it induced complacency in her and she could not go forward with it. Okay, which caused virulence to her career. Okay, കരിയറിന്റെ സ്പെല്ലിംഗ് മാറി യമുന. കരിയറിന്റെ സ്പെല്ലിംഗ് എന്താ? ഇത് മാറിപ്പോയത്, എല്ലാവർക്കും ഡൗട്ട് വരുന്ന സാധനം. കാരിയർ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ ഇതാണ് കരിയർ. സ്പെല്ലിംഗ് മാറിപ്പോയ മീനിങ് മാറി, മൊത്തത്തിൽ കുളമായി കേട്ടോ. He induces ആണ് വേണ്ടത് കേട്ടോ. ബ്ലൂ വിങ്സ്, he induces or he induced so much hard work in his work. Okay, so he had complacency with on it പറയില്ല, complacency in it എന്ന് പറഞ്ഞാൽ മതി. The virulence of the pandemic prompted the functionaries to induce strict laws in our country. Okay, his virulence to her made him to pour acid on her face. Okay, opening Lulu Mall at Trivandrum confers a lot of employment opportunities. Okay, money, power and publicity are immaterial things for me. Okay, Ram's parents confers him permission to study abroad. Okay, teacher conferred the students with good internal marks. Kudumbashree starts a campaign for creating awareness in the virulence of dowry problems. Okay, I'm an ardent philologist who glows over complacency of people around me. Okay, they conferred the best which improved my complacency. ആണോ? ഞാൻ വിചാരിച്ചു അത് മൊത്തം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു അത് വായിച്ചു തീർത്ത് ഞാൻ കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് ഓർത്താൽ ഞാൻ ഓടിച്ചു വിട്ട് ആക്കിന. കൺഫറിങ് വിത്ത് കോംപ്ലിമെന്റ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് ഇൻ ചൈൽഡ്സ് ഗ്രോത്ത്. ഓക്കെ, I am lucky enough that I got a chance to confer with Dr. APJ Abdul Kalam. Okay, the president conferred Padma Shri to eminent personalities. Galvin attack induced India-China virulence between two countries. അങ്ങനെ വേണ്ട, ഗാൽവൻ അറ്റാക്ക് ഇൻഡ്യൂസ് ഇന്ത്യ ചൈന വിറുലൻസ് മതി, പിന്നെ അവിടെ ബിറ്റ്വീൻ ടു കൺട്രീസിൻ്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഗാൽവൻ അറ്റാക്ക് ഇൻഡ്യൂസ്ഡ് വിറുലൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ്, ഇന്ത്യ ആൻഡ് ചൈന, അങ്ങനെ കൊടുക്കണം. വ്യത്യാസം മനസ്സിലായോ? നീതു, nobody seems aware of the virulence caused by lifestyle diseases. Yes, urbanization induced many virulence in transferring of culture. Okay, central government demands virulent explanation. Virulence വേണ്ടട്ടോ അവിടെ, ഗുരുദാസ്. വിറുലന്റ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് വിത്ത് റിഗാർഡ് ടു PM's travel to Punjab government.
Travel to Punjab government എന്ന് പറയില്ല, travel to Punjab പോരെ. He usually completes the work conferred on him അല്ല, conferred to him on time. Pseudomonas are highly motile and possess multiple virulence factor including prostates and exotoxins. Okay. People remained virulent and protested when authorities came to do survey on Kerala project. Many people in Kerala believe that civil line project is immaterial as it induces destruction in the natural environment in the state. Haryana induced to reduce the legal age for consumption of liquor from 25 to 21. Oh, sandosham. It was Sita's virulence towards her that prompted her to murder the latter, for she found it difficult to cope with her. അവിടെ ലാറ്റർ ഉപയോഗിക്കുവാണെങ്കിലേ, ഏത് ലാറ്ററാ? സീത ആരെ കൊന്നു എന്നാണ് പറയുന്നത്, ലാറ്റർ രണ്ടുപേരെ പറ്റി പറയുന്നില്ല, അപ്പോൾ ലാറ്ററിൻ്റെ ആവശ്യമില്ല. The virulence in accident weakened his mind as well. Students conferred by scholarships for the studies. Students are conferred by, ഓക്കെ, കൺഫേർഡ് ബൈ അല്ല, കൺഫേർഡ് വിത്ത് ആണ്, അവർക്ക് കൊടുക്കപ്പെട്ടു അല്ലേ, കൊടുക്കാം, ബൈ പറയില്ല, അല്ല സോറി ബൈയും വേണ്ട, കൺഫേർഡ് സ്കോളർഷിപ്പ് മതി. സ്റ്റുഡൻസ് ആർ കൺഫേർഡ് സ്കോളർഷിപ്സ്, അത് മതി, വിത്തും വേണ്ട ബൈയും വേണ്ട, സോറി. Day to day climate change shows the virulence of global warming. Evidence submitted by the police was immaterial. Okay, Ram decided to keep away all the immaterial things apart and move on with hope in life. Okay, moving to next one, pronounce ചെയ്യുക, സേ പറയുക, ആർട്ടിക്കുലേറ്റ് ചെയ്യുക, എനൻസിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. പിന്നെ വേറെ അർത്ഥം എന്താണ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ? പ്രൊനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. ഒന്ന് പ്രൊനൗൺസിയേഷൻ്റെ പ്രൊനൗൺസ്, രണ്ടാമത്തെ പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് അനൗൺസ് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡിക്റ്റ്, കോർട്ടിൻ്റെ വേർഡിക്റ്റ് എന്നൊക്കെ പറയില്ലേ. വേർഡിക്റ്റ് മീൻസ് ജഡ്ജ്മെൻറ്റ്, അഡ്ജൂഡിക്കേഷൻ എന്നൊക്കെ പറയും. അഡ്ജൂഡിക്കേഷൻ കംപ്ലീറ്റ്ലി ലീഗലായിട്ട് പറയില്ല, അഡ്ജൂഡിക്കേഷൻ. ഓക്കെ, പിന്നെ ഉള്ളത് ഡിസിഷൻ, വേർഡിക്റ്റ് എന്ന ഡിസിഷൻ. ഫൈൻഡിങ്, കോർട്ടിൻ്റെ ആണ് ഫൈൻഡിങ്, കണ്ടെത്തൽ. റൂളിംഗ്, അതുപോലെ തന്നെ റൂളിംഗ്, നിയമത്തിൽ അവസാനം കണ്ടെത്തിയുള്ള ഫൈനൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പോലെ, അതിനാണ് വേർഡിക്റ്റ് എന്ന് പറയാം. അടുത്താണ് അൺപ്രസിഡൻറ്റഡ്. 2 ദിവസം മുമ്പ് ഓർ മേ ബി 3 days ago നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് അൺപ്രസിഡൻറ്റഡ്. ദാറ്റ് മീൻസ് അൺപാരലൽഡ്, അൺമാച്ച്ഡ്, അൺറൈവൽ, എക്സെപ്ഷണൽ എന്ന് പറയും. ഈക്വൽ ചെയ്യാൻ പറ്റാത്തത്, അൺറൈവൽഡ്, അൺഈക്വൽഡ്, അൺമാച്ച്ഡ്, അൺപാരലൽഡ്, എക്സെപ്ഷണൽ എന്നൊക്കെയാണ് അൺപ്രസിഡൻറ്റഡ് എന്ന് പറയാം. അടുത്തത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. ദാറ്റ് മീൻസ് ഒരു പ്രിപ്പൊസിഷൻ ആയിട്ട് ഉപയോഗിക്കാം, അതിനെ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഒരേ മീനിങ് ആണ്. ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് അത് പറഞ്ഞാണ് ഞാൻ, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്. ഡെസ്പൈറ്റ് പ്രിപ്പൊസിഷൻ ആണ്, ഇൻസ്പൈറ്റ് ഓഫ് പ്രിപ്പൊസിഷണൽ ഫ്രേസ് ആണ്. യൂസേജ് അപ്പോൾ അതനുസരിച്ച് മാറും കേട്ടോ. ഡെസ്പൈറ്റ് ഉപയോഗിക്കുന്നത് അതേപോലെ സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് സ്റ്റിൽ ഇസ് എൻ അഡ്വേർബ്. അപ്പോൾ സ്റ്റില്ലിൻ്റെ അതേ മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ഹവെവർ വരാം, യെറ്റ്, രണ്ടും അത് ഒരേ മീനിങ് ആണ്. രണ്ടും ഇതുപോലെയുള്ള ഹവവറും സ്റ്റില്ലും യെറ്റും ഒക്കെ അഡ്വേർബാണ്. പിന്നെ ഉള്ളത് ഓൾദോ. ഓൾദോയുടെ അതേ മീനിങ് വരുന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം, ദോ, ഈവൻ ദോ എന്നൊക്കെ ഉള്ളത് അല്ലേ, സംഭവം ഓർത്ത് വെച്ചോളാം. അത് നമ്മുടെ കൺജങ്ഷൻ ആണ് താനും. അപ്പോൾ യൂസേജ്, അഡ്വേർബ് വരുമ്പോൾ വേറെ യൂസേജ്, ദോ കൺജങ്ഷൻ വരുമ്പോൾ വേറെ യൂസേജ്, പ്രിപ്പൊസിഷൻ വരുമ്പോൾ വേറെ യൂസേജ്, ഓർത്തിരിക്കണം അത്. ഓക്കെ, അത് എക്സാമിന് എപ്പോഴും വരുന്നതാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത വാക്കാണ് ഓവർവെൽം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ഓവർവെൽമിങ്, അഡ്ജക്റ്റീവായിട്ട്, ഓവർവെൽമിംഗ്ലി, അഡ്വേർബായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിച്ചു അല്ലേ. ഇമ്മെൻസ് എന്നൊക്കെ പറഞ്ഞ വാക്ക് അല്ലേ. അപ്പോൾ ഓവർവെൽം എന്ന് പറയാം കൂടുക, കുമിഞ്ഞുകൂടുക എന്നൊക്കെ പറയില്ലേ. സ്വാമ്പ്, ഇനൻഡേറ്റ്, സബ്മേർജ് എന്നൊക്കെ അർത്ഥം, അതായത് ഫ്ലഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട്, മൂവ്. I am overwhelmed with joy. I'm moved with joy. I'm stirred with joy. I'm affected with joy. Sorry, affected by joy. ഒക്കെ പറയില്ലേ. I'm overwhelmed with sadness. Overwhelm ആണ്. Move, stir, affect. വേറൊരു അർത്ഥവും കൂടെ അതിനുണ്ട്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ that's it. Let me read your sentences. Okay. Evidence submitted by the police was immaterial. Ram decided to keep away all the immaterial things apart. അത് പറഞ്ഞായിരുന്നല്ലേ. At first, the government decisions on farm laws seemed immaterial, which they later changed to the point supporting the farmers. Okay, this immaterial point will not get any acceptance. COVID cases are increasing day by day due to its virulent nature. Massman, good morning. എല്ലാ ദിവസവും ഈ സമയത്താണല്ലോ ഇപ്പോൾ. Hi. Troy, okay. Coronavirus is highly mutable and virulent. Okay.
COVID variants are becoming virulent day by day. Yes. Many people in Kerala thought that corona vaccine virulence to them all. എന്താ പറയുക, അല്ല, അവിടെ യൂസ് തെറ്റി. മെനി പീപ്പിൾ ഇൻ കേരള തോട്ട് ദാറ്റ് corona vaccine is virulent to them. Virulent അവിടെ adjective ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. Threat to PM security. PMP എപ്പോഴും ക്യാപിറ്റൽ എഴുതുക, M എപ്പോഴും ക്യാപിറ്റൽ എഴുതുക, PMന്റെ apostrophe S കൊടുക്കുക, is unprecedented in our country. Okay. The Chief Minister pronounced that the Kerala project will be implemented at any cost. Okay. സ്ക്രീൻ വിസിബിൾ ആണോന്നോ? ഏത് സ്ക്രീൻ വിസിബിൾ ആണോന്നാണ് ചോദിക്കുന്നത്? എനിക്ക് സ്ക്രീൻ വിസിബിൾ ആണ്, എനിക്ക് നിങ്ങളുടെ ഇതെല്ലാം കാണാലോ. എന്താ ഉദ്ദേശിച്ച ഫാത്തിമ? Virulent spreading of the Omicron virus creates an unprecedented situation. നെറ്റും നോക്കണേ, ചിലപ്പോൾ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. Unprecedented verdict from the court debilitated him badly. Okay. The boss induced his workers to work hard so that their institution might reach to the world and be it an apple in everyone's eyes. Great. Notwithstanding ന് ശേഷം noun ആണോ അത് verb ആണ് യൂസ് ചെയ്യേണ്ടത്? Notwithstanding എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, പ്രൊപ്പോസിഷനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രൊപ്പോസിഷനായിട്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ശേഷം ഒബ്ജക്റ്റ് വരണം. ഇപ്പോൾ നിങ്ങൾ ഒരു അഡ്വേർബായിട്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ പിന്നെ അതിന് ശേഷം കോമ ഇട്ടിട്ട് ഒരു സെൻറ്റൻസേ വരാം, അല്ലെങ്കിൽ ഒരു ക്ലോസ് വരാം, കാരണം അഡ്വേർബ് അല്ലേ, അതുകൊണ്ട് ഉപയോഗിക്കാം. എന്നാൽ കൺജങ്ഷൻ ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരു ക്ലോസ് ആണ് വരേണ്ടത്, സബ്ജക്റ്റും വെർബും വരുന്നൊരു ക്ലോസ്. അതാണ് കേട്ടോ ഹരി യൂസേജിന് വ്യത്യാസം. ഇപ്പം കാണാം, ഇപ്പം തന്നെ നമ്മളെ സെൻറ്റൻസിൽ കാണാം. ഓക്കെ, അടുത്തത് the pronunciation of certain words depends on how you pronounce it. Yes, great. The unprecedented performance of Indian team overwhelmed the audience. Okay. COVID-19 smashed the entire economy. Notwithstanding, we are survived. We are survived ന് പകരം കുറച്ചുകൂടെ എടുക്കാം, notwithstanding what we survived എന്ന് കൊടുത്താൽ മതി, പോരെ? അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. സുപ്രീം കോർട്ട് ജഡ്ജ് pronounced, കാരണം we are survived നമ്മൾ സർവൈവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്ത് സർവൈവ് ചെയ്യപ്പെട്ടു, അങ്ങനെ ഒരു ഇത് വരും, അതാണ് പ്രശ്നം. The Supreme Court judge pronounces impeachment. PSC pronounced new exams. PSC pronounced past അല്ലെങ്കിൽ pronounces കൊടുക്കുക. He was overwhelmed with joy and pronounced hooray. Okay. The ethnography of ancient Italy is a very complicated and difficult subject, and notwithstanding the researches of modern scholars is still involved in some obscurity. Okay. Notwithstanding the prevailing COVID-19 threat, Piravam people are overwhelmed with revelry by throwing caution to the wind. Okay. Finance Minister Nirmala Sitharaman pronounced paperless budget 2021. Yeah. The surprise birthday party overwhelmed her. Okay. Government pronounced night curfew. Curfew spelling in the CURFEW. Curfew. Okay. Sina, ശ്രദ്ധിക്കണം. Because of increase in Omicron cases, Nagaland civilians were faced അല്ല. Nagaland civilians faced an unprecedented situation. അവിടെ were faced വേണ്ട കേട്ടോ, വേറെ കട്ട് ചെയ്യാം. From armed forces on account of massive killing of 14 civilians. Yeah. She is unable to pronounce the word republic. Unable. Oh God. Okay. Enable എന്ന വാക്കിന്റെ അർത്ഥം enable ചെയ്യുക. Enable ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോസിറ്റീവ് മീനിങ് ആ. അതിന്റെ അർത്ഥം എന്താ? enable ആക്കുക. ഷീസ് enable ചെയ്യാന്ന് പറഞ്ഞാൽ make someone able. Make able എന്നാണ് അർത്ഥം. unable എന്ന വാക്കാണ്, അത് verb ആണ്. enable is a verb കേട്ടോ. enable ഒരു verb ആണ്. എന്നാൽ unable എന്നുള്ളത് verb അല്ലെന്നല്ല പറയുന്ന. unable അതെ. unable മീനിങ് എന്താ? നെഗറ്റീവ് മീനിങ് ആണ്. കഴിവില്ല, നോട്ട് ഏബിൾ ടു എന്നർത്ഥം. ഓക്കെ, സോറി, verb അല്ല, ഇത് അഡ്ജക്റ്റീവ്. unable അഡ്ജക്റ്റീവ്, സോറി. able, unable, yeah, but enable verb ആണ്. യെസ്, നെഗറ്റീവ് മീനിങ് ആണ്, നോട്ട് ഏബിൾ ടു എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അപ്പം മീനിങ് മാറിപ്പോരുത്. The final verdict is appreciable. Okay, it was an unprecedented victory because her heart had broken many times due to the continuous failure. Okay. I am yet to study the important verdicts of Supreme Court for its exam. I was overwhelmed at his success in the civil service examination. Chhattisgarh government pronounced 25 rupees subsidy to the petrol for ration card holders with two-wheeler owners. Okay. The court pronounced a verdict about its stance on the Mullapur issue. Delhi High Court pronounced to grant caste certification on the basis of mother's caste. Okay. University enunciated the second semester PG exams.
According to the verdict of SC, they are punished for 14 years. Okay. Karnataka government pronounced weekend curfew in order to tackle the pandemic situation. Thereby, a verdict by Supreme Court was appreciable. The Hunter Commission pronounced its verdict on the Jallianwala Bagh massacre, but the Indians had no room for it. Okay, the verdict seems to hold some water. Okay, great. Notwithstanding this adequate knowledge of scripture, the modern theologian is disappointed to find very little of what he deems characteristically Christian. And the unprecedented spread of coronavirus debilitated the entire world economy. Our team show unprecedented play. Okay, KPSC has pronounced the results. It was an overwhelming treat on your unprecedented victory because by positive verdict from the court. Pronouncing of Keshavanada Bharati case, verdict was an unprecedented one in the history of Supreme Court. Moving to next one, mounting. Mounting എന്ന വാക്കിന്റെ അർത്ഥം ഇൻക്രീസിങ്, അഡ്ജക്റ്റീവ് ആണ്. റൈസിങ്, അക്യുമുലേറ്റീവ് എന്നൊക്കെയാണ് അർത്ഥം. മൗണ്ടിങ്, റൈസിങ്, ഇൻക്രീസിങ്, മൗണ്ടിങ് കോവിഡ് കേസസ് എന്നൊക്കെ പറയും. അടുത്ത അഡിയർ. അഡിയർ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് അഡിയർ ടു. അഡിയറിനോട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. അഡിയർ ടു, സ്റ്റിക്ക് ടു, ക്ലിങ് ടു, ഒട്ടിപ്പിടിച്ചിരിക്കുക, ഹോൾഡ് ഫാസ്റ്റ്, ചേർന്നിരിക്കുക, ഒബൈ. ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ ഒരു എന്ത് കാണിക്കുകയാണ്, ഒരു അലയൻസ് കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒബൈ ചെയ്യുക, ഫോളോ ചെയ്യുക, ഓർ കംപ്ലൈ വിത്ത്, അതാണ് കംപ്ലൈൻറ്റോട് ഉപയോഗിക്കുന്ന വിത്ത് എന്ന്. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഓർത്ത് വെച്ചുള്ള ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ആണ്. അടുത്താണ് എക്സംഷൻ. ഇന്നലെ പറഞ്ഞാണ് എക്സെപ്ഷൻ. ഇമ്മ്യൂണിറ്റി, ഇംപ്യൂണിറ്റി, ഡിസ്പെൻസേഷൻ, എക്സെപ്ഷൻ എന്നൊക്കെ വരും. അംനസ്റ്റി ഒക്കെ പറയാം. അതിന് മാത്രം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാണ്, നിങ്ങളെ മാത്രം അതിൽ നിന്ന് ഒഴിച്ചു വിടാണ്. അതാണ് സ്റ്റാൻഡ് ഓഫ്. സ്റ്റാൻഡ് ഓഫ് ഇസ് നൗൺ ആണ് കേട്ടോ. സ്റ്റാൻഡ് ഓഫ് ഒരു നൗൺ ആണ്. നോക്കി ഞാനൊരു ഒന്നെങ്കിൽ ഒരുമിച്ച് എഴുതുക അല്ലെങ്കിൽ ഹൈഫനേറ്റഡ് ആയിട്ട് എഴുതുക. സ്റ്റെയിൽ മെയ്റ്റ്, കുടുക്ക്, ഊരാ കുടുക്ക്, ടൈ, ഡെഡ് ലോക്ക്, ഇംപാസെ എന്നൊക്കെയാണ് സ്റ്റാൻഡ് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് സോർഡിഡ്, അഡ്ജക്റ്റീവ് ആണ്. സ്ലീസി, ഡിസ്റെപ്യൂട്ടബിൾ, ഒരുമാതിരി പണിയായിപ്പോയി കേട്ടോ, ഒരുമാതിരി പണിയായിപ്പോയി എന്ന് പറയില്ലേ. ഇറ്റ് വാസ് എ സോർഡിഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പണിയായിപ്പോയി. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്, ഇറ്റ് വാസ് റിയലി ബാഡ്, വെരി ബാഡ് അല്ലേ എന്ന് പറഞ്ഞ അർത്ഥമാണ്. ടെറിബിൾ, ഡിസ്റെപ്യൂട്ടബിൾ, സീഡി, കൊള്ളില്ല, ആ പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയില്ലേ, അതാണ് സോർഡിഡ്. അല്ലെങ്കിൽ സീമി മീനിങ്, വേറെ സീമി ഉണ്ട്, സീമി, സീഡി എന്നൊക്കെ പറയാം. വേറെ മീനിങ് ഉണ്ട് അതിന്, ഡേർട്ടി, ഫിൽത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. ഡേർട്ടി, ഫിൽത്തി, മടി. ഓക്കെ, ആ അർത്ഥം ഉണ്ട് കേട്ടോ സോർഡിന്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, പിന്നെ എവിടം വരെ എത്തി? Notwithstanding the exam postponed, she kept on studying. The unprecedented heavy rain has inundated the roads in the city. Okay. Notwithstanding the overwhelming cases of COVID-19, people continued to gather around. Okay. The unprecedented ideas will not go together to achieve a single objective. I always adheres. Adheres വരുമോ? ഐയുടെ കൂടെ പ്ലൂറൽ നൗൺ, adhere to. ഐയുടെ കൂടെ ആകെപ്പാടെ എപ്പോഴും ശ്രദ്ധിക്കണേ, നമ്മളെല്ലാവരും വരുന്നൊരു തെറ്റാണ്. നമ്മളെല്ലാവരും, എല്ലാ കുട്ടികളും വരുന്നൊരു തെറ്റാണ്. ഐ എന്ന വേർബ്, ഐ എന്ന പ്രൊനൗൺ ഇച്ചിരി സ്പെഷ്യലാണ്. എന്താ വെച്ചാൽ ഐയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാം ആം മാത്രമേ ഉപയോഗിക്കുള്ളൂ പ്രസന്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസ് വരുവാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? വാസ് ഉപയോഗിക്കും. ഈ ബി ഫോർമുലേഷൻ ഒഴിച്ച് ബാക്കി ഏത് വേർബ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? പ്ലൂറൽ വേർബാണ്. അതിപ്പോൾ ഹാവ് ആയിക്കോട്ടെ, ഡു ആയിക്കോട്ടെ, പ്ലേ ആയിക്കോട്ടെ, റീഡ് ആയിക്കോട്ടെ, ഡ്രൈവ് ആയിക്കോട്ടെ, എന്തും. അപ്പോൾ ഐ ഓൾവേസ് അഡിയർ ടു ഒപ്റ്റിമിസ്റ്റിക് തോട്ട്സ്. ഷീ അഡിയർ ടു ഹർ ഡിസിഷൻ ടു മൂവ് ഔട്ട്. The new teacher was having trouble making her students adhere to a strict homework policy. We don't have to verdict with have a verdict with others. Notwithstanding, we overwhelming our honor. അവിടെ overwhelming എന്നുള്ള യൂസ് തെറ്റാ കേട്ടോ. Blue Wings, the Supreme Court pronounced the importance of basic structure of the Constitution on the verdict of Keshavananda Bharati case in 1973. My childhood says I adhered to my mother's words. My childhood days during my childhood days in my childhood days I adhered past tense. My childhood days, I mean കാര്യം childhood days എന്ന് പറയുമ്പോൾ തന്നെ past tense അല്ലേ, simple past. She was exempted from the fine just because of her father's plea. Okay.
ദ ജസ്റ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ജസ്റ്റിസ് ആണ് നീതി എന്നർത്ഥം. അപ്പോൾ ഫാത്തിമ ഉദ്ദേശിച്ചത് എന്താണ്? ദ മൗണ്ടിങ് നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇസ് വെരി കോമൺ സീൻ നൗ ഡേയ്സ്. ഓക്കെ, I woke up early in the morning to study, but overwhelming mosquito attacks distracted me. Okay, സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നൗൺ ആണെന്ന് മാത്രം, ഊരാ കൊടുക്കുന്നതാണ് അർത്ഥം. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ദ ലഡാക്ക് സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന വാസ് സ്കാരി. ടൈ ബിറ്റ്വീൻ, ഓക്കെ, ലഡാക്ക് ടൈ ആണോ ഉദ്ദേശിച്ചത്? ഓർ കുടുക്ക് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന വാസ് സ്കാരി. സ്റ്റാൻഡ് ഓഫ് ഒരുമിച്ച് എഴുതിക്കണേ ഫാത്തിമ, ഒരുമിച്ച് എഴുതണേ. അടുത്ത ഇതിലോട്ട് പോകാം. സ്കെപ്റ്റിക്, സ്കെപ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ് അല്ലേ? ഡൗട്ട്ഫുൾ ആണ് എന്നുള്ള ഒരു അർത്ഥം. സ്കെപ്റ്റിക് ഇതാണ്, സ്കെപ്റ്റിക്കൽ അഡ്ജക്റ്റീവ് ആണ്, ഓർത്തന്നെ. ഇത് നൗൺ ആണ്. സ്കെപ്റ്റിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ അഡ്ജക്റ്റീവ് ആണ്, സ്കെപ്റ്റിക്കൽ അഡ്ജക്റ്റീവ്. എന്നാൽ സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, അർത്ഥം സിനിക്, സംശയം, മൊത്ത സംശയമാണ്. ഡൗട്ടർ, ക്വസ്റ്റനർ. അടുത്ത വാക്ക് സർക്കംവെന്റ്, വേർബാണ്. സർക്കംവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക, ഇവേഡ് ചെയ്യുക, ബൈപ്പാസ് ചെയ്യുക, ഒഴിവാക്കുക. അതാണ് ബൈപ്പാസ്. എന്നാൽ നമ്മൾ ബൈപ്പാസ് റോഡൊക്കെ കിട്ടില്ല, ബൈപ്പാസ് കിട്ടുന്ന എന്തിനാ? ട്രാഫിക് ഒഴിവാക്കാൻ. സോ ദാറ്റ് ഈസ് ഇറ്റ്, സർക്കംവെന്റ്, ബൈപ്പാസ് ആസ് എ വേർബ്. ഓക്കെ, അടുത്ത വാക്ക് മൗണ്ട്. നേരത്തെ മൗണ്ടിങ് അഡ്ജക്റ്റീവ് കണ്ടില്ലേ? മൗണ്ട് എന്ന വേർബ് ഉണ്ട്, പക്ഷെ മീനിങ് വേറെ. മൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കയറ്റം കയറുക എന്നൊക്കെ പറയില്ലേ, ക്ലൈംബ് ചെയ്യുക, അസെൻഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട്. മൗണ്ട് ചെയ്യുക മീൻസ് ഓർഗനൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പോൾ മീനിങ് വ്യത്യാസം കണ്ടോ? ഒരു മീനിങ് അസെൻഡ് ചെയ്യുക, ക്ലൈംബ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി മറ്റു മീനിങ് എന്താണ്? ഓർഗനൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ, അടുത്ത വാക്ക് ഇസ് എ നൗൺ. കസ്പ്. കസ്പ് എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിരുന്നു സിനോണിമായിട്ട്. ഇത് ഇപ്പോൾ വേർഡായിട്ട് നമ്മൾ പഠിക്കുകയാണ്, അതിൻ്റെ സിനോണിം പഠിക്കുകയാണ്. കസ്പ് എന്ന് പറഞ്ഞാൽ പീക്ക്, അപ്പെക്സ്, ഉന്നതി, ടിപ്പ്, അക്യുമിനേഷൻ ഓർ പോയിന്റ്. പീക്ക്, അപ്പെക്സ്, ടിപ്പ്, അക്യുമിനേഷൻ ഓർ പോയിന്റ്. ഓക്കെ, അതാണ് കസ്പ് എന്ന വാക്കിൻ്റെ മീനിങ്. കസ്പ് ഓഫ് സക്സസ് എന്നൊക്കെ പറയില്ലേ? ഹീസ് അറ്റ് ദ പീക്ക് ഓഫ് സക്സസ്, ഹീസ് അറ്റ് ദ കസ്പ് ഓഫ് സക്സസ്. അതാണ്. ഇഗ്നോമിനി, അടുത്താണ് ഇഗ്നോമിനി. ഡിസ്കസ് ചെയ്താണ് 3-4 ദിവസം മുമ്പ്. നൗൺ ആണ്, മീനിങ് ഷെയിം, ഹ്യൂമിലിയേഷൻ, എംബാരസ്മെന്റ്, ഡിസ്ഗ്രേസ്. എനിക്കൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല, ഞാൻ അന്ന് കട്ട് ചെയ്തില്ല, എന്നാൽ വീഡിയോ കട്ടായി പോയില്ലേ? അന്നത്തെ ദിവസത്തെ വാക്കാണ് ഇഗ്നോമിനി. ഷെയിം, ഹ്യൂമിലിയേഷൻ, എംബാരസ്മെന്റ്, ഡിസ്ഗ്രേസ് എന്നാണ് അർത്ഥം ഇഗ്നോമിനി. പിന്നെ അതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, notwithstanding the pressure from his superior functionaries, had he adhered to his values. Okay, the mounting petrol prices is sordid. Adherence to the directions given by the government would definitely help curb the mounting COVID cases. Curb, Rajeshwari, curb, CURB. Create an identity by adherence to your perceptions. Okay, it was too ugly, too sordid, too fearful to be heroic. Okay, the mounting COVID cases are alarming. Notwithstanding the SE verdict, still most families in Kerala adhere to dowry. Yeah, adherence spelling നോക്കണേ big man. 6 കഴിഞ്ഞിട്ട് E കൂടെ ഉണ്ട്. Maharashtra government plans to close school due to mounting Omicron cases. Yes. Plans to അല്ലല്ലോ, already they planned. കഴിഞ്ഞു. ക്ലോസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ അങ്ങനെയാണ് ഞാൻ കണ്ടത്. എക്സാംസ് ഒക്കെ ഓൺലൈനായിട്ട് നടത്തും എന്നൊക്കെ പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ആർ നോട്ട് യെറ്റ് adhered to. അല്ല, adhered to. അവിടെ കൊടുത്തിട്ടുണ്ട്, അത് മുമ്പ് V3 വരണം. ബിക്കോസ് പാസിവൈസേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആറിൻ്റെ കൂടെ ഒരിക്കലും എന്തുപയോഗിക്കില്ല? V1 ഉപയോഗിക്കില്ല. യു ക്യാൻ യൂസ് ING ഫോം, ഐദർ ING ഓർ V3 ഫോം. അപ്പോൾ ING ആണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ്, V3 ആണെങ്കിൽ പാസീവ് വോയിസ്. ദാറ്റ്സ് ഇറ്റ്. വിത്ത് ദ complete set of infrastructure. Okay, India's were adhere all rules during the British rule time. നിഷാന, മൊത്തം അഴിച്ചുപണി വേണമല്ലോ, അത് മൊത്തം എന്തോ പ്രശ്നമുണ്ട്. Mounting amount of air pollution in Delhi is a serious situation. Yes, his king's movement against my horse was a standoff in our chess competition. Okay, the donations were mounting. Yeah, my husband is a skeptic person. Okay, skeptic person എന്ന് വേണ്ട പിങ് മാൻ. എന്തുകൊണ്ടാ? സ്കെപ്റ്റിക് മീൻസ് എ ഡൗട്ടർ. സ്കെപ്റ്റിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? സ്കെപ്റ്റിക്കൽ പേഴ്സൺ എന്ന് കൊടുക്കണം. മനസ്സിലായോ? His skeptical nature ended in divorce. Okay, sordid superstitious activities are regressive to our country's development. Great. One must not circumvent in life for success. We are adhering to the stringent laws of government on COVID-19. I am at the cusp of losing my control over your mounting misbehavior. Okay, great.
His father is skeptic in religious matters. Okay, is a skeptic. Okay, circumvents skeptical people. Okay, avoid skeptical people. Great. Moving to next one. അടുത്ത വാക്കിലോട്ട് പോകാം. അടുത്ത വാക്ക് ഇതാണ് mandate. Mandate എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഡയറക്റ്റീവ്, അതോറിറ്റി, അപ്രൂവൽ. എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. പറഞ്ഞ് നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് എ റിവിഷൻ ഫോർ യു. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ, ഡയറക്റ്റീവ്, അതോറിറ്റി, അപ്രൂവൽ എന്നൊക്കെയാണ് അർത്ഥം. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി അല്ലെങ്കിൽ റിക്വയർഡ് എന്നൊക്കെ, റിക്വയർഡ് ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, ബൈൻഡിങ് എന്നൊക്കെ അർത്ഥം. അടുത്ത വാക്കാണ് അൺമൈൻഡ്ഫുൾ. അഡ്ജക്റ്റീവ് ആണ്. നെഗറ്റീവ് മീനിങ് ആണ് അൺമൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ. അൺമൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്, ഒരു ശ്രദ്ധയില്ലാതിരിക്കുക. അൺകോൺഷ്യസ്, he is not conscious about the fact of losing the game, like that. Unaware, imprudent, ശ്രദ്ധയില്ലാതിരിക്കുക, അൺമൈൻഡ്ഫുൾ ആണ്. did not mind it, അതിനെ മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസ് ആണ്, നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ. അൺമൈൻഡ്ഫുൾ മീനിങ് ഇതാണ്. അൺകോൺഷ്യസ് ആണ്, അൺഅവെയർ ആണ്, ഇംപ്രുഡൻ്റ് ആണെന്ന് അർത്ഥം. അടുത്ത വാക്ക് എൻഡ്യോർ. എൻഡ്യോർ മീൻസ് അണ്ടർഗോ, ഗോ ത്രൂ, എക്സ്പീരിയൻസ്, എൻകൗണ്ടർ എന്നൊക്കെയാണ് അർത്ഥം. എൻഡ്യോർ ചെയ്യുക. ഹി ഹാസ് എൻഡ്യോർഡ് എ ലോട്ട് ഓഫ് പെയിൻ എന്നൊക്കെ പറയില്ലേ, അത്. മസ്റ്റ് അടുത്ത വാക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. അസംബ്ലി, റാലി എന്നൊക്കെ അർത്ഥം. അപ്പം അസംബ്ലി, റാലി എന്ന് പറയുമ്പം വേർബായിട്ട് വരുമ്പം അസംബിൾ, മാർഷൽ, ഒരുമിച്ച് വിളിച്ചു കൂട്ടുക. ഓക്കെ, എസ്പെഷ്യലി മസ്റ്റർ എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുക വളരെ ഫോമൽ യൂസേജ് ആണ്. ഇറ്റ്സ് എ ഫോമൽ യൂസേജ്. അപ്പം മസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടി. മാർഷൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ആർമിയിലൊക്കെ വിളിക്കുക, മൊബിലൈസ് ചെയ്യുക, ആർമിയിലൊക്കെ റാലി ചെയ്യുക, വിളിച്ചു കൂട്ടുക എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത വാക്ക് സ്ലം. സ്ലം എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. കുത്തനെയുള്ള ഒരു ഇത്, പ്ലഞ്ച്, ഡ്രോപ്പ്, ഡിക്ലൈൻ എന്നൊക്കെ അർത്ഥം. ഡിക്ലൈൻ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുക. അടുത്ത വർക്ക് നോക്കിയാൽ പ്ലമറ്റ്. പ്ലമറ്റ് മീൻസ് കുറയുക. ഡിക്രീസ് റാപ്പിഡ്ലി, ഡിക്ലൈൻ, ഡിക്രീസ് എന്നൊക്കെയാണ് അർത്ഥം. സ്ലംപ് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കോണം ഇതൊക്കെ. unnecessary delay in proceedings always stand off as a barrier to ease of doing business in our country. Okay, the player gived up. ഗൗതം എന്ത് പറ്റി? ഗിവ്ഡ് അപ്പോ, ഗേവ് അപ്പ്. ഗിവിന് എങ്ങനെ ഗിഫ്റ്റ് വന്നേ? അത് എവിടെ പോയി നിങ്ങളുടെ ശ്രദ്ധയൊക്കെ? ഗിവ് മീൻസ് വി വൺ, അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഗേവ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ, എനിക്കൊന്ന് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യം ഇത്. 2ാം ക്ലാസ് എത്തുമ്പോഴേ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയും. ചെറിയ വാക്കുകളാണ്. ഐ തിങ്ക് ഞാൻ ചുമ്മാ പറഞ്ഞാണേ. ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ഗേവ് ആണെന്ന് പഠിക്കും കേട്ടോ. The mounting amount of support in the latest polls gives us hope. Okay, the negligence of government in addressing the atrocities against women would end in ignominy. I can suffer this humiliation. Okay, we must not be skeptical in our deeds. Okay, due to his skeptical behavior, I am trying to circumvent him. Okay, many criminals feel no ignominy about their past deeds. He was unmindful in the entire time of the interview. Great. Due to persistent ignominy, he fell into depression. Okay, the young man was ignominated. ഇഗ്നോമിനേറ്റ് എന്നൊരു നൗണിനെ പറ്റി നമ്മൾ, ഇഗ്നോമിനേറ്റ് എന്ന വേർബിനെ പറ്റി പറഞ്ഞില്ലോ. ഇഗ്നോമിനി ഈസ് എ നൗൺ, അതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെയ്ബേഴ്സിന് എന്താ അപ്പസ്ട്രോഫി ഒക്കെ വന്നേക്കുന്നത്? യൂസേജ് തെറ്റാണല്ലോ രമ്യ. ഐ വാസ് എൻഡ്യോർ അല്ല, ഐ വാസ് എൻഡ്യോർഡ് വിത്ത് സം പ്രോബ്ലംസ്, ത്രൂ സം പ്രോബ്ലംസ് പറയില്ല. അല്ലെങ്കിൽ I am enduring some problems എന്ന് കൊടുത്താൽ മതി. അവിടെ ത്രൂവിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, then we should circumvent skeptical thoughts about exams in order to endure success. Okay, she was eloquent of speech അല്ല Troy, eloquent in speech and endowed with endurance. She was unmindful towards domestic matters. endure എന്ന് പറയും, കുഴപ്പമില്ല. എൻഡ്യൂർ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. എൻഡ്യൂർ, അണ്ടർഗോ. ഷി വാസ് അണ്ടർഗോയിങ്. എൻഡ്യൂറിങ് എന്നൊക്കെ അർത്ഥം പറയും വേർബല്ലേ. എൻഡ്യൂറിങ് ദ സമ്മർ ഇൻ ഇന്ത്യ ഈസ് ചാലഞ്ചിങ് ഫോർ വെസ്റ്റേണേഴ്സ്. എൻകൗണ്ടറിങ്, എക്സ്പീരിയൻസിങ്. ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഈസ് എ ഡോണർ പറയുമ്പോൾ അത് തെറ്റാ. ഫ്രേസ് ആയിട്ടുള്ളൂ, അല്ല ക്ലോസ് ആയിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അർച്ചന. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഡോണർ. ബാക്കി improper eating habits slum your health. It's better to circumvent smoking. Okay, അപ്പോൾ യൂഷ്വലി മെൻസോ നീതു മാൻ സിംഗുലർ, മെൻ പ്ലൂറൽ. ആ പ്ലൂറലിന് മെന്നിൻ്റെ എങ്കിൽ മെൻസ് അപ്പസ്ട്രോഫി ഇട്ടിട്ട് ഇടാം, അല്ലാതെ ഈ മെൻസ് എന്ന് യൂസ് തെറ്റാണ്.
Usually men are unmindful to womenന്റെ അപ്പോസ്ട്രോഫിയോടെ വരണ്ടേ വിമൻ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണേ ഇതൊക്കെ. A special team was appointed to mandated 2+V1 2 കഴിഞ്ഞിട്ട് V2 വരരുതേ പ്ലീസ്. 2+V1 V2 വരരുതേ പ്ലീസ്. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും എനിക്കൊന്ന് പറഞ്ഞു ഞാൻ മടുത്തു. ഇപ്പോൾ 2+V1 വരത്തുള്ളൂ. 2+V1 okay, to mandate the project. The army troop mustered to the border area ready for war to save their nation from external forces. Okay, even though it is a do or die situation, captain is unmindful throughout the game. Okay, troops, army troops. Okay, great. He mustered courage to speak against the government. Okay, she has endured many failures in her life. The employee decided to adhere to the mandate given by the company. The slump of rupee in international market should not okay, he was endured severe pain. He was endured endured with severe pain after the operation. The government was enduring through a hard situation after COVID as it cannot render much job opportunities for youth. Chief of the army staff called for a muster of the soldiers. Children should obey all mandate in school premises. Okay, the commander quickly ordered to muster air support as they slumping to defeat. Okay, muster your courage for an excellent performance. The team leader mandated us to improve sales. She has endured many difficult situations to tackle her goals. Life is a good test on how we can endure different situations thrown at us. Great. പോവാം സെന്റൻസിലോട്ട് കേട്ടോ, സോറി ആർട്ടിക്കിളിലോട്ട്. ഇന്നത്തെ ആർട്ടിക്കിൾ വേഗം നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, വേഗം ഒന്ന് മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. സമയം കളയണ്ട, വേഗം. Slump of rupee in the international market should not be circumvented by the government. Okay, plunge means decline. അത് തന്നെ ഡിക്ലൈൻ തന്നെ കേട്ടോ, കുറവ്, ഡിക്രീസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ എല്ലാവരും. ഷോ മീ സം ലവ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേഗം. ഓക്കെ, കോവിഡ് മെയ്ഡ് എ സ്ലംപ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. യെസ്, ഓക്കെ, പോവാണ് ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട്. നോ റൂം ഫോർ കോംപ്ലസൻസി. അപ്പോൾ കോംപ്ലസൻസി ഇവിടെ നടക്കുന്ന പരിപാടിയല്ല എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. നോ റൂം ഫോർ കോംപ്ലസൻസി. അപ്പോൾ കോംപ്ലസൻസി നമുക്കറിയാം, സെൽഫ് സാറ്റിസ്ഫാക്ഷന് ഇവിടെ ഒരു റൂമില്ല, ഇവിടെ സ്പേസ് ഇല്ല. ദർ ഇസ് നോ റൂം. ദാറ്റ് മീൻസ് ഇവിടെ ദാറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. കോംപ്ലസൻസി ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. Omicron's mild nature is more due to the protection offered by vaccines. Okay, sorry. ഒമിക്രോണിന്റെ മൈൽഡ് നേച്ചറിന്റെ കാര്യം എന്തുകൊണ്ടാണ്? പ്രൊട്ടക്ഷൻ, വാക്സിനിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ മൈൽഡ് നേച്ചർ വരുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഒമിക്രോൺ മൈൽഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ. അതിന് കാരണം എന്താ? ഈ വാക്സിൻ എടുത്തവർക്ക് കുറച്ചുകൂടെ ഇതുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. India recorded its first death accused by Omicron in a fully vaccinated person in Rajasthan on the last day of 2021. The 73-year-old man with comorbidities had tested positive on December 15th. Preliminary evidence from South Africa and the UK suggests that, unlike the Delta variant, a majority of people with Omicron, particularly in the fully vaccinated, exhibit only mild disease. Hospitalization is relatively less among the vaccinated, a huge percentage of the population. നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ കൊടുത്തേക്കുന്നത്, നമ്മൾ പറഞ്ഞു ഒമിക്രോണിൻ്റെ കാര്യത്തെപ്പറ്റി. ഒമിക്രോണിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ പറയുകയാണ്. മൈൽഡ് നേച്ചർ എന്തിൻ്റെ കാര്യമാണ്? വാക്സിനേഷൻ ഉള്ളവരിൽ, വാക്സിനേറ്റഡ് ആയിട്ടുള്ളവർക്ക് ആയതുകൊണ്ടാണ്, പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന നമുക്ക് അധികം ഏക്കാത്തത്, മൈൽഡ് നേച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഡെത്ത് ഓഫ് ഒമിക്രോൺ കണ്ടു. 2021 ആദ്യത്തെ ഡെത്ത് കണ്ടത്. അതായത് ലാസ്റ്റ് 31 തീയതി, ലാസ്റ്റ് 31 തീയതി ഓഫ് ഡിസംബർ 31 അല്ലേ? അതെ, അത് ലാസ്റ്റ് ഡേയിൽ എന്ത് കണ്ടു? ഒരാൾ മരിച്ചു. എവിടെ വെച്ചാണ്? രാജസ്ഥാനിൽ വെച്ച് ഒരാൾ മരിച്ചു, ഒമിക്രോൺ ബാധിച്ച് മരിച്ചു. അപ്പോൾ ആദ്യത്തെ ഡെത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെത്ത് നടന്നത് ലാസ്റ്റ് ഡേ ഓഫ് 2021 ആണ്, ഒമിക്രോൺ ബാധിച്ചിട്ട്, കോസ് ബൈ ഒമിക്രോൺ മരണം. ഓക്കെ, ഓർക്കണേ, ഫസ്റ്റ് ഡെത്ത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം 73 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് കോമോർബിഡിറ്റീസ് ഉണ്ടായിരുന്നു, മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ടെസ്റ്റ് ചെയ്യപ്പെട്ടത്, പോസിറ്റീവ് ആയത് ഡിസംബർ 15 തീയതിയാണ്. അതിനുശേഷം 31 തീയതി മരിക്കുന്നു. അങ്ങനെയാണ് കഥ. ഓക്കെ,
അപ്പോൾ നമുക്ക് പ്രിലിമിനറി ആയിട്ടുള്ള എവിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അൺകൗണ്ടബിൾ നൗൺ ആണ്, സിംഗുലർ ആണല്ലോ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇറ്റ്സ് അൺകൗണ്ടബിൾ, ഓർത്ത് വെച്ചോണം, അൺകൗണ്ടബിൾ നൗൺ ആണ് ഓർക്കുക. അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ പ്രിലിമിനറി എവിഡൻസ് എവിടെ നിന്ന് കിട്ടി? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും USA നിന്നും സജസ്റ്റ്. കണ്ടോ, അൺകൗണ്ടബിൾ ആണ്, സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബ്. ഇതാണ് ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ദാറ്റ് അൺലൈക്ക് ഡെൽറ്റ വേരിയന്റിനെ പോലെ അല്ല, ഇറ്റ് ഇസ് നോട്ട് സിമിലർ ടു ഡെൽറ്റ വേരിയന്റ് എന്നാണ് പറയുന്നത്. ഡെൽറ്റ വേരിയന്റിനെ പോലെ അല്ല മറ്റേ നമ്മുടെ ഇത് എന്ന് എവിഡൻസ് കിട്ടുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും UK നിന്നും. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ ബാധിച്ച ആൾക്കാർ, പീപ്പിൾ വിത്ത് ഒമിക്രോൺ ശരിക്കും പെർട്ടിക്കുലർലി ഫുള്ളി വാക്സിനേറ്റഡ് ആണെങ്കിൽ മൈൽഡ് ഡിസീസസേ കാണിക്കുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും UK നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫുള്ളി വാക്സിനേറ്റഡ് ആയ പീപ്പിൾ ആണെങ്കിൽ മാത്രം എന്ത് കിട്ടും? നമുക്ക് മൈൽഡ് സിംറ്റംസ് അല്ലെങ്കിൽ മൈൽഡ് ഡിസീസസെ ആൾക്കാരിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ ഒമിക്രോൺ ബാധിച്ചാൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷനും ലെസ് ആണ്, വളരെ ഇല്ല, അധികം ഇല്ല വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. വാക്സിനേറ്റഡ് ആയ ആൾക്കാരിൽ മാത്രമാണ്. എന്നാൽ ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ വാസ് എഫക്റ്റഡ് വിത്ത് ഡെൽറ്റ വേരിയന്റ് റേജ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഒരുപാട് പേർക്ക് ഡെൽറ്റ വേരിയന്റ് ബാധിച്ചിരുന്നു, ഒരുപാട് പേര് ഇൻഫെക്ട് ചെയ്തിരുന്നു അല്ലേ? അത് പറയുന്നുണ്ട്. സ്റ്റഡീസ് ഫ്രം അതർ കൺട്രീസ് ഹവ് ഷോൺ ദാറ്റ് സച്ച് പീപ്പിൾ മൈറ്റ് എൻജോയ് ദ സെയിം ലെവൽ ഓർ ഈവൻ ബെറ്റർ പ്രൊട്ടക്ഷൻ ഫ്രം സിവിയർ ഡിസീസ് ദാൻ ഫുള്ളി വാക്സിനേറ്റഡ് പീപ്പിൾ. ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി achieved through full vaccination in people who have been previously infected offers the highest level of protection against severe disease, as several studies outside India show. With vaccination picking up speed after the second wave peaked in India, a significant percentage of the fully vaccinated might possess hybrid immunity. Even a single dose of an mRNA vaccine in previously infected. ഇനി അടുത്ത നോക്കിയേ, അടുത്ത പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഡെൽറ്റ വേരിയന്റ് വെച്ച് ഒരുപാട് പേര് അഫക്റ്റഡ് ആയിരുന്നു അല്ലേ? ഇങ്ങനെ വേറൊരു UK നിന്നും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സ്റ്റഡി അനുസരിച്ച് നമുക്ക് പറയാൻ കണ്ടത് ഫുള്ളി വാക്സിനേറ്റഡ് ആയ ആൾക്കാരിലാണെങ്കിൽ മൈൽഡ് ആയിട്ടായിരിക്കും ഒമിക്രോണിൻ്റെ ഒരു ഡിസീസ് വരുമ്പോൾ അത് ബാധിക്കുകയുള്ളൂ. പക്ഷേ വേറൊരു സ്റ്റഡീസ് പറയുന്നത് വേറെ അധികം സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ സ്റ്റഡീസ് അനുസരിച്ച് പറയുന്നത് വെച്ചാൽ ശരിക്കും അതേ ലെവൽ പ്രൊട്ടക്ഷൻ ഫുള്ളി വാക്സിനേറ്റഡ് ആയ ആൾക്കാരിൽ കിട്ടുന്ന അതേ പ്രൊട്ടക്ഷൻ, സെയിം ലെവൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പ്രൊട്ടക്ഷൻ ലെവൽ ആരിൽ കാണിക്കും? ഡിസീസിൽ നിന്ന് കാണിക്കുന്ന ആർക്കായിരിക്കും? ഈ എന്താണ് ഫുള്ളി വാക്സിനേറ്റഡ് ആൾക്കാരിൽ നിന്ന് കാണിക്കും. എന്താണ് ഈ പീപ്പിൾ ഡെൽറ്റ വേരിയന്റ് അഫക്റ്റ് ചെയ്യപ്പെട്ട എന്നാൽ അതിനുശേഷം വാക്സിനേറ്റഡ് ആയ ആൾക്കാർ, ഡെൽറ്റ വേരിയന്റിൽ അഫക്റ്റ് ചെയ്തു, കോവിഡ് വന്നുപോയി ഡെൽറ്റ വേരിയന്റ് അഫക്റ്റ് ചെയ്തിട്ട് കോവിഡ് വന്നുപോയ ആൾക്കാർ, എന്നാൽ പിന്നെ അവർ വാക്സിനേറ്റഡ് ആയി, അവരിൽ നല്ല ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി കാണിക്കുമെന്നാണ് പറയുന്നത്. കാര്യം അവർക്ക് ഈ ഫുള്ളി വാക്സിനേഷൻ കിട്ടുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഇമ്മ്യൂണിറ്റി കാണിക്കുമെന്നാണ് പറയുന്നതാണ് പ്രീവിയസ് സ്റ്റഡീസ് അനുസരിച്ച് കാണിക്കുന്നത്. അപ്പോൾ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർ പിന്നെയും വാക്സിനേറ്റഡ് ആയല്ലോ, അപ്പോൾ അവർക്കാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ലെവൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഓൾറെഡി കോവിഡ് വന്നുപോയി, അതിനുശേഷം അവർ വാക്സിനേറ്റഡ് ആയി, അപ്പോൾ അവരിൽ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി കൂടും. ദാറ്റ് ഈസ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ഡിസീസിനോടും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നാണ് പല സ്റ്റഡീസും ഇന്ത്യയിൽ. സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിലെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലൂറലാണേ. സോ ഷോ എന്ന പ്ലൂറൽ വേർബ് കൊടുത്തേക്കുന്നു. ഓക്കെ, എന്നാൽ വാക്സിനേഷൻ നന്നായിട്ട് സ്പീഡപ്പ് ആകുന്നുണ്ട് അല്ലേ? ഇറ്റ്സ് ഇൻക്രീസിങ് സ്പീഡ് ആഫ്റ്റർ ദിസ് സെക്കൻഡ് വേവിന് ശേഷം വാക്സിനേഷൻ്റെ അളവ് കൂട്ടി നമ്മൾ പെട്ടെന്ന് ആക്കി നമ്പർ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ഫുള്ളി വാക്സിനേറ്റഡ് നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിൽ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ സിംഗിൾ ഡോസ് എടുത്തവരാണെങ്കിൽ പോലും നോക്കിയേ, mRNA വാക്സിൻ എടുത്തവർ ഈസ് പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ്, അവർ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് പീപ്പിൾ ആണെങ്കിൽ ഹാസ് ബീൻ ഫൗണ്ട് ടു ഇൻഡ്യൂസ് എ ഹൈ ലെവൽ ഓഫ് ഹൈബ്രിഡിറ്റി. വീണ്ടും പറയണം, സിംഗിൾ വാക്സിനേറ്റഡ് ആണ് എന്നാൽ പോലും അവർക്ക് കോവിഡിൻ്റെ ഡെൽറ്റ വേരിയന്റ് വന്നു പോയെങ്കിൽ അവർക്കും ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് വാക്സിനേഷൻ coverage with at least a single dose has already crossed 90% in those above 18 years, the rollout of vaccines for adolescents will widen the protective net. Rollout distribution, vaccine distribution എന്ത് ചെയ്യാണ്? അപ്പോഴേക്കും ഒരു 90% ഓഫ് 18 years above ഉള്ള ആൾക്കാരിലെങ്കിലും സിംഗിൾ ഡോസ് എങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ വാക്സിൻ്റെ ഒരു അഡോളസെൻസിലോട്ട് എത്തിക്കുക എന്നുള്ളത് നമുക്ക് പറ്റിയേനെ. അഡോളസെൻസിൽ അങ്ങനെ ഒരു 90% ഉള്ള 18 above ആൾക്കാരിലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് സിംഗിൾ ഡോസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഡോളസെൻസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ടുവരാൻ പറ്റും, പ്രൊട്ടക്റ്റീവ് നെറ്റ് കൊണ്ടുവരാൻ പറ്റും. ബട്ട് immaterial of the protection confirmed, it is too early to draw any conclusion about Omicron's virulence.
For instance, in the US, first Omicron-related death was in an unvaccinated person who was previously infected. The time lag between infection and hospitalization should be another reason why it is too early to pronounce any verdict. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ 90% ആൾക്കാർക്കെങ്കിലും ഇത് കൊടുത്താൽ നമുക്ക് എവിടേക്ക് പോവാം, നമ്മുടെ അഡolescence-ലോട്ട് അങ്ങ് പോവാം, അപ്പോൾ അവരെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്നാൽ immaterial of the protection, ഇതൊന്നുമല്ല unimportant of the protection, irrelevant of the protection confirmed, insignificant. ഈ പ്രൊട്ടക്ഷൻ എത്ര നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇമ്മെറ്റീരിയലിന് ഇൻസിഗ്നിഫിക്കൻ്റ് ഒരു അർത്ഥമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇൻസിഗ്നിഫിക്കൻറ്റ്, യെസ്, ഇൻസിഗ്നിഫിക്കൻറ്റ് ഓഫ് ദി പ്രൊട്ടക്ഷൻ കൺഫേം, അതിനൊന്നും ഇമ്പോർട്ടൻസ് പോലും ഇല്ലെങ്കിലും ഇറ്റ്സ് റിയലി ടു ഏർലി ടു ഡ്രോ എനി കൺക്ലൂഷൻ. ഒരുപാട് നേരത്തെയാണ് നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്താനുള്ള ഇത് എത്തിയിട്ടില്ല. വി കനോട്ട് ഡ്രോ എനി കൺക്ലൂഷൻ അബൌട്ട് ഒമിക്രോൺസ് വിറുലൻസ്. അറിയത്തില്ല, ഇപ്പോഴും ഒരു ഉറപ്പല്ല എത്രത്തോളം ഉണ്ട് അതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ഹാംഫുൾനെസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പലയിടത്തും പല പഠനത്തിലും പലതാണ് കാണിക്കുന്നത്. അതാണ് പ്രശ്നം. US-ലൊന്നും കാണിക്കുന്നു, വേറെ എടുത്ത് കാര്യം എന്താ വെച്ചാൽ എക്സാമ്പിൾ കൊടുക്കണം. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും, എസ്സേ എഴുതുമ്പോൾ ഇൻസ്റ്റൻസുകൾ കൊടുക്കുക, ഇലസ്ട്രേഷൻസ് കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കുക. ഫോർ ഇൻസ്റ്റൻസ് എന്തുകൊണ്ടാണ് അത് നമുക്ക് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റാത്തത്? കാര്യം എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. US-ൽ എക്സാമ്പിൾ നോക്കിയേ, US-ലെ ഫസ്റ്റ് ഒമിക്രോൺ റിലേറ്റഡ് ഡെത്ത് എന്തായിരുന്നു നോക്കിയേ? US-ൽ ഓർക്കണേ, എവിടെ വെച്ചാൽ US-ൽ ഫസ്റ്റ് ഒമിക്രോൺ റിലേറ്റഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു അൺവാക്സിനേറ്റഡ് പേഴ്സൺ ആണ് മരിച്ചു പോയത്. വാക്സിൻ എടുക്കാത്തൊരു മനുഷ്യൻ, അദ്ദേഹം പ്രീവിയസ്ലി ഇൻഫെക്റ്റഡും ആയിരുന്നു, അയാൾ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് ആയ അയാളാണ് മരിച്ചു പോയത്. അപ്പം ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ്, അതിലൊരു ഇതില്ലാതെ വരികയാണ്. പിന്നെ നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നു എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ. അത് അടുത്തൊരു റീസൺ ആണ്. ഒന്ന് നോക്കുക, അൺവാക്സിനേറ്റഡ് പേഴ്സൺ എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എന്താ പറയുക, ഈ ടൈം ലാഗ് ഉണ്ടല്ലോ, ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതും ഉള്ള ആ ഒരു ടൈം ലാഗ് ഉണ്ടല്ലോ, അത് വലിയൊരു റീസൺ ആണ്. നമുക്ക് ഇത് നേരത്തെയാണ് നമ്മൾ കയറി പറയാനുള്ള സമയമായിട്ടില്ല. ഒരു എന്താണ് ഫൈനൽ കൺക്ലൂഷനിലോട്ടും ഒരു ഡിസിഷനിലോട്ടും ഇത് വരെ വേർഡിക്റ്റ് ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നമ്മൾ എത്തരുത്, അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓൺ ദ വിറുലൻസ് ഓഫ് ദ വേരിയന്റ് ഇൻ ഇന്ത്യ, അവസാനം ആ ഡിസിഷനിലോട്ട് എത്താനുള്ള അതിൻ്റെ ഹാംഫുൾനെസ്സിനെ പറ്റി, സിവിയറിറ്റിയെ പറ്റി, നമുക്ക് വിറുലൻസ് പറയുമ്പോൾ സിവിയറിറ്റിയോട് പറഞ്ഞെത്താനുള്ള ഒരു ഇത് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വൾണറബിൾ പോപ്പുലേഷൻസ്, ഓർമ്മയുണ്ട്, വൾണറബിൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 40+നെയാണ് ഇപ്പം വൾണറബിൾ എന്ന് പറയാം. 40+ ആൾക്കാർ, കോമോർബിഡിറ്റി ഉള്ളവർ, പിന്നെ കുട്ടികൾ അല്ലേ, 10 താഴെയുള്ള കുട്ടികൾ, അവരും നമ്മൾ, പിന്നെ 10 താഴെ അല്ലേ, 10 താഴെ, ബിലോ 10, ഇവയാണ് നമ്മൾ പറയുന്ന വൾണറബിൾ സെഷൻസ് ആയിട്ട് പറയാം. ഓക്കെ, അവർ എന്ന് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കണം. ആൻഡ് ദോസ് ഹു ആർ അറ്റ് ദ റിസ്ക് ഓഫ് ഫ്രം സിവിയർ ഡിസീസ്, അങ്ങനെ സിവിയർ ഡിസീസ് ഉള്ളവരുമുണ്ട് ഡെസ്പൈറ്റ് ദർ വാക്സിനേഷൻ സ്റ്റേറ്റസ്. അപ്പോൾ അവർക്ക് വാക്സിനേഷൻ എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. വൾണറബിൾ പോപ്പുലേഷൻ റൺ എ റിസ്ക് സഫറിംഗ് ഫ്രം സിവിയർ ഡിസീസ് ഡെസ്പൈറ്റ് ദർ വാക്സിനേഷൻ സ്റ്റേറ്റസ്. അവരെടുത്താലും എടുത്തില്ലെങ്കിലും, എടുത്താലും എടുത്തില്ലെങ്കിലും, ഡെസ്പൈറ്റ് ഇസ് എ പ്രിപ്പോസിഷൻ, അതിനുശേഷം കണ്ടോ സ്റ്റേറ്റസ് എന്ന ഒരു നൗൺ വന്നുണ്ടോ, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എടുത്താലും എടുത്തില്ലെങ്കിലും അവർ വലിയൊരു റിസ്ക് ഫാക്ടറാണ്. അവരിൽ ഒമിക്രോൺ എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The unprecedented speed at which Omicron is spreading in countries that have high levels of testing, the number of people a single infected person can spread the virus to, and a doubting line of less than 3 days are a loud warning that things can go out of control soon. Mild symptoms, notwithstanding its higher transmissibility, can pose a severe threat to healthcare settings as a high number of infections. ശ്രദ്ധിക്കണേ, ഇനി ശ്രദ്ധിക്കേണ്ടത് you have to be very much careful. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത ഔട്ട്കമ്മുകളിലോട്ട് പോകും. ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു, കോഴ്സുകളൊക്കെ പറഞ്ഞു, കാര്യങ്ങളെ പറ്റി പറഞ്ഞു, അതിൻ്റെ സ്റ്റഡീസിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് ശേഷം, വാട്ട് ക്യാൻ വി ഡു ഫോർ ഇറ്റ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം, ഇങ്ങനെ അൺപ്രസിഡന്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ്, അതായത് അൺമാച്ച്, നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രസിഡന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺപാരലൽഡ്, പറയാൻ പോലും പറ്റില്ല, അങ്ങനെ പോവാണ്. ഇറ്റ്സ് ലൈക്ക് എക്സെപ്ഷണൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡ്, അങ്ങനെ പോകുന്ന സ്പീഡിൽ പോവാണ് ഒമിക്രോൺ കേസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺട്രീസിൽ, എല്ലാ കൺട്രീസിലും കേട്ടോ. ദാറ്റ് ഹാവ് ഹൈ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്, എല്ലായിടത്തും ഹൈ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് പീപ്പിൾ സിംഗിൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ക്യാൻ സ്പ്രെഡ്. ഓർക്കണം, ഒരു മനുഷ്യൻ ഇൻഫെക്റ്റഡ് ആയ ആൾക്ക് എത്ര പേർക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? അത് മാത്രമല്ല, അത് വലിയൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിൻ്റെ ലെവലിൻ്റെ സ്പ്രെഡ് എത്രയാണെന്ന് അറിയത്തില്ല, അത് എത്ര ലെവലിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയത്തില്ല ഇപ്പോഴും. പിന്നെ ഡൗട്ടിങ് ലൈൻ എന്താണ്,
നോക്കുകയാണ് നമ്മൾ പറയുന്ന ഇതാണ് ഡൗട്ടിംഗ് ലൈൻ ഓഫ് ലെസ് ദാൻ 3 days എന്നാണ് പറയുന്നത്. ലെസ് ദാൻ 3 daysനുള്ളിൽ സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഒരാളിൽ നിന്ന് ലെസ് ദാൻ 3 ദിവസത്തിൽ ഉള്ളിൽ എത്ര പേർക്ക് പോകും എന്നുള്ളതൊക്കെ ഭയങ്കര വലിയൊരു വാർണിംഗ് നമുക്ക് തരുവാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു വലിയ വാർണിംഗ് തരികയാണ്. കാരണം ഇല്ലെങ്കിൽ തിങ്സ് വിൽ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. നമ്മൾ വിചാരിക്കുന്ന കയ്യിൽ നിൽക്കില്ലേ, ഇറ്റ് വിൽ നോട്ട് ബി അല്ലേ, നമ്മുടെ കൺട്രോളിൽ ഒതുങ്ങില്ല, കൈവിട്ടു പോകുമെന്നാണ് അവർ പറയുന്നത്. മൈൽഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ പോലും, മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ പോലും, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി, അതായത് അതിൻ്റെ പരക്കുന്ന റേറ്റ് ഓർക്കാം, അതൊരു വലിയ സിവിയർ ത്രെഡ് തന്നെ നമ്മുടെ ഉള്ളിലോട്ട് വരുത്തുന്നത്. കാര്യം ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ എടുത്ത് നോക്കാം. അത് ഹെൽത്ത് കെയർ സെറ്റിങ്സിലാണ് പറയുന്നത്. കാരണം നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിങ്സ് പറഞ്ഞാൽ ഒരു പരിധി കവിഞ്ഞ് വലിയ മോഡേൺ ആയിട്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ആസ് എ ഹയർ നമ്പർ ഓഫ് ഇൻഫെക്ഷൻസ് വിതിൻ എ ഷോർട്ട് ടൈം കുഡ് ലീഡ് ടു മോർ പീപ്പിൾ നീഡിങ് ഹെൽത്ത് കെയർ അല്ലേ. കാര്യം കൂടുതൽ ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഷോർട്ട് പീരീഡിൽ കുറേ ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും, മോർ പീപ്പിൾ ആവും അഫക്റ്റഡ് ആവും, അവർക്ക് കൂടുതൽ ഹോസ്പിറ്റൽ കെയർ വരും. എവിടെ കൊണ്ട് എടുത്ത് കൊടുക്കും നമ്മൾ ഹോസ്പിറ്റൽ കെയർ? ഹോസ്പിറ്റൽ ബെഡ്സ് വേണ്ടേ, നിലത്ത് കൊണ്ട് കടത്താൻ പറ്റുമോ? പറ്റില്ല. സോ ദാറ്റ്സ് എ പ്രോബ്ലം. സോ അടുത്ത് നോക്കുക, ബെഡ്സ് ഇല്ല, മെഡിസിൻസ് ഇല്ല, എല്ലാ പ്രശ്നങ്ങളും വരും. അതാണ് പ്രശ്നം. നോക്കാൻ ആൾക്കാർ വേണ്ടേ, നേഴ്സസ് വേണം, ഡോക്ടേഴ്സ് വേണം, യു നീഡ് ദം ആസ് വെൽ, റൈറ്റ്? സോ അതൊരു പ്രശ്നമാണ്. Overwhelmed hospitals can make it harder to provide much needed care, leading to mounting deaths. The situation can become even more challenging when healthcare settings suffer from staff shortage, caused by increasing infections among healthcare workers, as seen in many hospitals across India. India should learn from the hard lessons of the second wave, strictly adhere to COVID-appropriate behavior, and increase vaccination coverage. Getting misled by the mild nature of the disease and throwing caution to the wind will be dangerous gamble. അപ്പം നമുക്ക് ചുമ്മാ കൈവിട്ട കളി കളിക്കാനുള്ള സമയമില്ല. നമ്മൾ വിചാരിക്കും കോവിഡ് പോലെയൊന്നും അത്രയൊന്നും ഇല്ലെന്ന്, ഒമിക്രോൺ അല്ലേ വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചത് ഇറ്റ്സ് ഗോയിങ് ടു ബി ഔട്ട് ഓഫ് കൺട്രോൾ സൂൺ എന്നാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഇങ്ങനെ ഓവർവെൽംഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായോ? നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ മൊത്തം ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ വരുമ്പോൾ വി നീഡ് മച്ച് കെയർ, നമുക്ക് മച്ച് നീഡഡ് കെയർ കൊടുക്കേണ്ടി വരും ആൾക്കാരിൽ. കാര്യം ഒരുപാട് പേരിലോട്ട് ഇൻക്രീസിങ് ഡെത്ത് വരും, അപ്പോൾ മൗണ്ടിങ് ഡെത്ത് വരും, ഇൻക്രീസിങ് ഡെത്ത് വരും. മനസ്സിലായോ? അതാണ് പ്രശ്നം. കാര്യം ഒരാൾ അഫക്റ്റഡ് ആണ്, തൊട്ടടുത്ത ആൾക്കാർ വരുന്നു, ഇത് കൂടൂലേ, നമ്മുടെ ട്രാൻസ്മിസിബിലിറ്റി റേറ്റ് കൂടൂലേ, അതനുസരിച്ച് ഡെത്തിൻ്റെ കേസ് കൂടൂലേ. അപ്പോൾ എല്ലാം റിലേറ്റഡ് ആണ്, ഓർക്കാം. മാത്രമല്ല വേറെ ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ സഫർ ചെയ്യുന്ന പ്രശ്നമാണ് സ്റ്റാഫ് ഷോർട്ടേജ്. ഞാൻ പറഞ്ഞേ സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. കാരണം എന്താ, ഹെൽത്ത് കെയർ വർക്കേഴ്സിലെല്ലാവരും ഇതുപോലെ തന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്യപ്പെടുവാണ് ആൾക്കാരിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഹെൽത്ത് കെയർ ആൾക്കാർ ഇപ്പോൾ നമ്മൾ പറയില്ലേ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുമൊന്നുമില്ല, വാദത്തിന് ഏറ്റവും വലിയ ഇതാണ് കുറുന്തോട്ടി. അപ്പോൾ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ ഡോക്ടേഴ്സ് ഇല്ല, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? പ്രശ്നമായില്ലേ? നോക്കാൻ പോലും ആൾക്കാരില്ല. അത് ഇന്ത്യയിൽ പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരുപാട് പഠിച്ച ലെസൺസ് നമ്മൾ സെക്കൻഡ് വേവിൽ നമുക്ക് കിട്ടിയ പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യു ഹാവ് ടു സ്ട്രിക്ട്ലി അഡിയർ ടു കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയറിലോട്ട് നോക്കുക, വാക്സിനേഷൻ കവറേജ് കൂട്ടുക, കറക്റ്റായിട്ട് കോവിഡ് അപ്രോപ്രിയേറ്റ് മാനർ, മാസ്ക് ഒക്കെ ധരിക്കുക. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ കുറയും. ഇപ്പോൾ ഒരു മൈൻഡില്ല, വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള മട്ടിലാണ്. അത് ശ്രദ്ധിക്കുക. കാര്യം നമ്മളൊരാൾ മാസ്ക് ധരിക്കാതിരുന്നാൽ, നമ്മളൊരാൾ വാക്സിൻ എടുക്കാതിരുന്നാൽ ചുറ്റുമുള്ള എത്ര പേര് അഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണൽ ഡിസീസ്, ഇറ്റ്സ് എ പാൻഡമിക്. ഇപ്പോഴും ഓർക്കുക, ഇറ്റ്സ് നോട്ട് എൻ എപ്പിഡമിക്, ഇറ്റ്സ് എ പാൻഡമിക്. ഓർക്കുക, ഇപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ അവരുടെ കുടുംബത്തിന് റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുക്കുന്നത്. നിങ്ങൾ മാസ്ക് ധരിക്കാതെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ഇറങ്ങി ഇങ്ങനെ അർമാദിച്ച് നടക്കുമ്പോൾ. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റേ ഹോം സേഫ്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും. സോ വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, അത് വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് ഇൻക്രീസ് വാക്സിനേഷൻ കവറേജ്. അടുത്ത പോയിന്റ് അവർ പറയാണ്, അത് ഇല്ലെങ്കിൽ പ്രശ്നം പണിവാളും. അതാണ് കാര്യം. അങ്ങനെ ആകുമ്പോൾ പിന്നെ മൈൽഡ് ഇത് സിംറ്റംസ് എങ്കിലും ആണെങ്കിൽ ഒരു പ്രശ്നം കുറയ്ക്കാം, ഡെത്ത് റേറ്റ് എങ്കിലും കുറയ്ക്കാം. മനസ്സിലായോ? ലൈഫ് എങ്കിലും നമുക്ക് ഒന്ന് സേവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് മിസ്ലീഡ് ബൈ, കേട്ടോ, ഒരിക്കലും മിസ്ലീഡ് ആയി ചെയ്തു തരുത്, തെറ്റിദ്ധാരണയിൽ പോകരുത്. ഇത് മൈൽഡ് നേച്ചറാണ്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വെച്ച് ത്രോ അപ്പ് എവറി യുവർ കോഷൻ ടു ദ വിൻഡ്. വിട്ടുകള. വളരെ റെക്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്ത് കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്താൽ യു ആർ ഗോയിങ് ടു യു ആർ ഗാംബ്ലിംഗ് ഡേഞ്ചറസ്ലി. വളരെ ഹാർംഫുൾ ആയിട്ടൊരു ഗാംബ്ലിംഗ് ആണ് നിങ്ങൾ നടത്തുക. ചൂതാട്ടം നടത്തരുത്. ഡോണ്ട് ഡു ദാറ്റ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ക്ലിയർലി അനലിറ്റിക്കൽ, വളരെ അനലിറ്റിക്കലായിട്ട് ഓദർ പറഞ്ഞിട്ടുണ്ട്, വിത്ത് കേസസ് ആൻഡ് എവിഡൻസസ്. ആൻഡ് അദ്ദേഹം പറയുന്നു ഒരു കൺക്ലൂഷനിലോട്ട് എത്താറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഗിവിംഗ് യു എ വാർണിംഗ്. ദാറ്റ് മീൻസ് എ സജസ്റ്റീവ് വാർണിംഗ് തരുമ്പോൾ തന്നെ അവർക്ക് സജസ്റ്റീവ് ആണ് ടോണ്. ക്രിട്ടിക്കൽ അല്ല, ഇറ്റ്സ് സജസ്റ്റീവ്.
ആണ് കേട്ടോ. ക്രിട്ടിക്കലായിട്ട് ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ക്രിട്ടിക്കൽ ആകുമ്പോൾ കുറ്റപ്പെടുത്തും നമ്മൾ. ഇവിടെ ഒരു കുറ്റപ്പെടുത്തൽ അല്ലെ ആർഗ്യുമെന്റേറ്റീവ് ടോൺ വരുന്നില്ല. സോ യു ക്യാൻ സി അനലിറ്റിക്കലായിട്ട് പറയുന്നുണ്ട്, വിത്ത് എവിഡൻസസ് പ്രൂഫ് ഒക്കെ എടുക്കുന്നുണ്ട്, ആൻഡ് ദെൻ ഈസ് ഗിവിംഗ് എ സജഷൻ. സോ യു ക്യാൻ സി ഇറ്റ്സ് സജസ്റ്റീവ് ഇൻ നേച്ചർ. ക്ലിയർ ആയോ? യെസ് ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? എങ്കിലൊരു തംസപ്പ് ഇട്ടേ. ക്ലിയർ ആയെങ്കിൽ തംസപ്പ് ഇട്ടേ. വേഗം നമുക്ക് സമയമായി. എനിക്ക് 11 മണിക്ക് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റുഡൻസിനൊരു ക്ലാസ് ഉണ്ട്. ഇനി ഞാൻ സമയം കളഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ മച്ച് ടു ഡു അല്ലേ? വേഗം പോയിട്ട് ക്ലാസ് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം? സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ: ദ എക്കോണമി നീഡ്സ് ക്ലോസർ അറ്റൻഷൻ ഫോർ എ ലെസ് ബംപി 2022 among the latest COVID-19 wave. ആൻസർ പറയാമോ? പറയൂ. The economy needs closer attention for a less bumpy 2022 among the latest COVID-19 wave. എന്താണ് ആൻസർ ഇവിടെ വരേണ്ടത്? പറയൂ. എറർ എന്താണ്? ആൻസർ എന്താണ്? പെട്ടെന്ന് പറ. പറഞ്ഞോ ആൻസർ പറ. ആജ്ഞ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ, മിടുക്കി. അതെനിക്കിഷ്ടപ്പെട്ടു. ക്ലോസർ വേണോ? ക്ലോസർ അറ്റൻഷൻ എന്ന് പറയണോ? വേണ്ട. നീഡ്സ് ക്ലോസർ അറ്റൻഷൻ. ആവശ്യം, അറ്റൻഷൻ, ശ്രദ്ധ മതി. അവിടെ ക്ലോസർ അല്ല. വേറൊരു തെറ്റുണ്ട് ഇവിടെ. നോക്കി, അമങ് വരുമോ ഇവിടെ? അമങ് ആണെങ്കിൽ എന്താ? അമങ് വരാൻ പറ്റുമോ? പലരും പറഞ്ഞു ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ വരണമെങ്കിൽ രണ്ട് കാര്യത്തെ പറ്റി ആവണം. 2 things ആണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ 2 things അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ കാര്യങ്ങളെ പറ്റി എടുത്ത് പറയണം. ഡിഫറെൻറ്റ് തിങ്സ് ആയിരിക്കും. 2 things ഓർ ഡിഫറെൻറ്റ് തിങ്സ് എടുത്ത് പറയണം. ആൻഡ് നെയിംസ് എടുത്തിട്ട് പറയണം. ഡിഫറെൻറ്റ് തിങ്സ് എടുത്ത് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ വരാം. അമങ് വരുന്ന എപ്പോഴാ? അമങ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 അല്ലേ? മോർ ദാൻ 2ൻ്റെ കൂടെ അമങ് വരാം. പക്ഷേ മോർ ദാൻ 2 എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തേ, കൗണ്ടബിളുടെ കൂടെയാണ് അമങ് വരിക. അപ്പോൾ അമങ് അല്ലാതെ വരണമെങ്കിൽ എന്ത് വരണം? അമിഡ് വരണം. അമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അമിഡ് അല്ലെങ്കിൽ അമിഡ്സ്റ്റ് പറയില്ലേ? അമിഡ്സ്റ്റ് എന്ന് പറയുന്നത് ഈ അർത്ഥം എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് അല്ലേ? അമങ് ഇൻ ദ മിഡിൽ ഓഫ് എന്ന് തന്നെയാണ് അർത്ഥം. ഇൻ ദ മിഡിൽ ഓഫ് എന്ന അർത്ഥം. ഇൻ ദ മിഡിൽ ഓഫ് അതിൻ്റെ ഇടയിൽ എന്നാണ്. അമങ്ങും അത് ഇടയിൽ തന്നെയാണ്, അമിഡും ഇടയിൽ തന്നെയാണ്. പക്ഷെ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. മറ്റേത് കൗണ്ടബിളിൻ്റെ കൂടെ ഉപയോഗിക്കും. കൗണ്ടബിളിൻ്റെ കൂടെ ആണെങ്കിൽ അമങ് ഉപയോഗിക്കാം, അമിഡ് അൺകൗണ്ടബിളിലൂടെ. അപ്പോൾ ഇവിടെ നോക്കിയേ, കോവിഡ് വേവിനെ നമുക്ക് കയറിയിട്ട് കൗണ്ടബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ദ ലേറ്റസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ കോവിഡ് വേവ്, അതായത് തേർഡ് വേവ് വേർഡിൻ്റെ ഇടയിലും ഇൻ ദ മിഡിൽ ഓഫ് ദ ലേറ്റസ്റ്റ് COVID-19 വേവ് അമിഡ് വരണം അവിടെ. കറക്റ്റാണോ? അമിഡ് അല്ലെങ്കിൽ അമിഡ്സ്റ്റ് രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തെറ്റില്ല, പിന്നെ ഒരിക്കലും തെറ്റില്ല. ഓർത്താൽ മതി, ബിറ്റ്വീനും അമങ്ങും അമിഡിൻ്റെയും വ്യത്യാസങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ബിക്കോസ് വ്യത്യാസം അറിഞ്ഞിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ. മൂവിങ് ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. മെൽബോൺ is his favorite hunting ground, having winning an open era record 9 titles there. Okay, Melbourne is his favorite hunting ground, having winning an open era record 9 titles there. Answer bara. More than 2 number specific ചെയ്ത് പറഞ്ഞാൽ ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഹരി, അതാ ഞാൻ പറഞ്ഞത്. മോർ ദാൻ 2 ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് തിങ്സ് ആയിട്ട് നമ്പർ സ്പെസിഫിക് എടുത്ത് പറഞ്ഞാൽ മോർ ദാൻ 2 വരുമ്പോൾ ബിറ്റ്വീൻ പറയാം. കറക്റ്റാണ്. ഓക്കെ, യെസ്. അമിഡ്സ്റ്റും അമിഡും രണ്ടും ഇൻ്റർചേഞ്ചിങ്ങിൽ യൂസ് ചെയ്യാം, ഉപയോഗിക്കും കേട്ടോ. യെസ്, ഒരു കുഴപ്പമില്ല. അമിഡും അമിഡ്സ്റ്റും ഒരേ കാര്യമാണ്. അമങ്സ്റ്റ് പറയുന്ന പോലെ, അമങ്സ്റ്റ് പറയുന്ന പോലെ പറയാം, ഒരു പ്രശ്നമില്ല. അമങ്സ്റ്റ് പോലെയാണ് അമിഡ് അമിഡ്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമെന്റ് സെക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ യുവർ ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻതൂസിയാസം. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. കീപ് വാച്ചിങ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ ടെലിഗ്രാം ചാനലിൻ്റെ ID ഇതാണ്. ആൻഡ് റെക്കോർഡ് വീഡിയോ കാണുന്നവർക്കും ലൈവ് വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സേഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവരിലെല്ലാം എത്തിക്കുക. ആസ്പിറൻസിൽ, ഫ്രണ്ട്സിൽ, ഫാമിലി മെമ്പേഴ്സിലൊക്കെ എത്തിക്കുക.
അതുപോലെ ഷോ മീ സം സപ്പോർട്ട്, ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലോട്ട് കേട്ടോ. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്വിസസ്, ഫ്രീ ലൈവ് ക്വിസസ് ഒക്കെ ചെയ്യാം. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. എപ്പോഴും പറയുന്ന പോലെ എവറി ഡേ ആസ് ഐ ടെൽ യു, റിമെമ്പർ സ്റ്റേ സേഫ് കേട്ടോ. സ്റ്റേ സേഫ്, ഹെൽത്തി ആൻഡ് സൗണ്ട്. അപ്പോൾ ബട്ട് ബി ഹാപ്പി, എൻജോയ് ദ ഡേ, മറക്കണ്ട കേട്ടോ അത്. അപ്പോൾ ഓർക്കുക, ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് our responsibility, it's our social responsibility, it's our obligation. Okay, bye bye.